പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, നിങ്ങൾ ബ്രില്യൻറ്റിലെ ഫൗണ്ടേഷൻ കോഴ്സിന് ചേരാൻ താല്പര്യം കാണിച്ചു. അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നു. അതൊക്കെ വളരെ നല്ല കാര്യം. 16-ാം തീയതി സ്ക്രീനിങ് ടെസ്റ്റ് വെച്ചിരുന്നതാണ്. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ 23-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. മിക്കവാറും എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും അത് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 16-ാം തീയതിയിൽ നിന്ന് 23-ാം തീയതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രില്യൻറ്റിൽ നിങ്ങൾ ചേർന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ബ്രില്യൻറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എങ്കിലും ഒരു നല്ല ശതമാനം ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവാം. കാരണം ബ്രില്യൻറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അറിയാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുറച്ച് അകലെയുള്ളവർ, ഈ വർഷമാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങി. അപ്പോൾ ബ്രില്യൻറ്റിൽ വരാത്ത കുട്ടികൾക്കും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അകലെയുള്ള കുട്ടികളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബ്രില്യൻറ്റിനെ കുറിച്ച് ഒന്ന് പറയണം എന്നൊരു തോന്നൽ. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ 1984 പാലായിൽ അൽഫോൺസ കോളേജിന് ഓപ്പോസിറ്റുള്ള ഒരു ചെറിയ കെട്ടിടത്തിൽ തുടങ്ങിയ സ്ഥാപനമാണ്. ട്യൂഷൻ സെൻ്ററായിട്ട് തുടങ്ങിയതാണ്. അന്ന് എൻട്രൻസ് തുടങ്ങിയിരുന്നു. എന്നിട്ട് എൻട്രൻസ് തുടങ്ങിയത് കൊണ്ട് എൻട്രൻസിൻ്റെ രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു. അപ്പോൾ പതുക്കെ എൻട്രൻസിലാണ് ബ്രില്യൻറ്റ് വളർന്നു വന്നത്. വളർന്നു വന്നതിൽ 4 പേരാണ് ബ്രില്യൻറ്റിലുള്ളത്. 4 പേരാണ് ഡയറക്ടേഴ്സ് ഉള്ളത്. അതിലൊരാളാണ് ഞാൻ. എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ്. ബാക്കി ജോർജ് തോമസ് ഉണ്ട്, സ്റ്റീഫൻ ജോസഫ് ഉണ്ട്, സെബാസ്റ്റ്യൻ ജി മാത്യു ഉണ്ട്. ഈ 4 പേരുമാണ് അന്ന് മുതൽ ഈ സ്ഥാപനത്തിലുള്ളത്. ഇപ്പോഴും 4 പേരും ഒരുമിച്ച് കൊണ്ടുപോകുന്നു, സ്ഥാപനം കൊണ്ടുപോകുന്നു. അതിനുശേഷം 2000 കൂടി പുതിയ ബിൽഡിങ്ങിൽ തുടങ്ങി. 2005 പുതിയ ബിൽഡിങ്, സ്വന്തമായ ബിൽഡിംഗ് ഉണ്ടായി. ഇപ്പോൾ നമുക്ക് സ്വന്തമായ ബിൽഡിങ്ങിലാണ് കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. എന്നാൽ റെൻറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങും ഉണ്ട്. അതുകൂടാതെ നമ്മളുടെ സ്ഥലം ഏതാണ്ട് 5-6 സെൻറ്ററുകൾ അഡീഷണലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. റിപ്പീറ്റേഴ്സ് ബാച്ചുള്ള 6 സെൻറ്ററുകൾ കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളമുണ്ട്, കൊല്ലം ഉണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇത്രയും സെൻറ്ററുകൾ റിപ്പീറ്റേഴ്സ് ഉൾപ്പെടെ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വാടകയ്ക്കുള്ള കെട്ടിടങ്ങളിലാണ് നടക്കുന്നത്. കൂടാതെ നമ്മൾ കുറേ അധികം സ്കൂളുകളിലെ പരിസരങ്ങളിൽ വെച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ബാച്ചുകളും എടുക്കുന്നുണ്ട്. ഇതും കൂടാതെ നിങ്ങളുടെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ, ഫൗണ്ടേഷൻ കോഴ്സ്. ഈ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ, നേരത്തെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നതിനൊപ്പമോ അതിനുശേഷമോ പഠിച്ചിട്ട് പരീക്ഷ എഴുതുമായിരുന്നു. പ്രീ ഡിഗ്രി മാറി +2 ആയി. +2 ആയപ്പോൾ +2 പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ വന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ 2000-കളിലൊക്കെ ആയപ്പോൾ നോർത്ത് ഇന്ത്യയിൽ IIT അഡ്മിഷന് വേണ്ടി കുട്ടികളെല്ലാവരും സ്കൂൾ തലത്തിലെ പ്രാക്ടീസ് തുടങ്ങി. സ്കൂൾ തലത്തിലെ അവർ ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു, IITയുടെ ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു. പിന്നീട് IITക്ക് വേണ്ടി 11th 12th പഠിക്കുന്നു, IIT എഴുതുന്നു. അങ്ങനെയാണ് വന്നത്. അത് കണ്ടുകൊണ്ടാണ് നമ്മളും അങ്ങനെ തന്നെ തുടങ്ങിയത്. അത് വളരെ സക്സസ്ഫുൾ ആണെന്നും മനസ്സിലായി. കുട്ടികൾക്ക് സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേ എൻട്രൻസ് എന്താണെന്ന് വ്യക്തമായ ധാരണയോടെ മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് കാണുന്നത്. കൂടാതെ നമ്മളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത, ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അവർ എൻട്രൻസിനല്ല എങ്കിൽ പോലും മറ്റ് പല കാര്യങ്ങൾക്ക് പോകുവാണെങ്കിലും അവിടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടി എടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കാരണം കുട്ടികൾ അതിലും മിടുക്കരാകുകയോ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും മേന്മ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് എൻട്രൻസ് കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നുള്ള സെക്കൻഡറിയാണ്. പ്രൈമറി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇപ്പോൾ നിലവിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകളുടെ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആകും എന്നുള്ളതാണ്. അതാണ് ബ്രില്യൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഈ ഫൗണ്ടേഷൻ കോഴ്സുകൾ പല സെൻറ്ററുകളിലുണ്ട്. ഈ വർഷം കൊല്ലത്തും തുടങ്ങുന്നുണ്ട്.
കൊല്ലത്തുണ്ട്, ചങ്ങനാശ്ശേരിയുണ്ട്, കോട്ടയമുണ്ട്, പാലായുണ്ട്, എറണാകുളമുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. ഇങ്ങനെ എല്ലാ സെൻറ്ററുകളിലും നമുക്ക് സെൻറ്ററുകളുണ്ട്. സെൻറ്ററുകളിൽ വെച്ച് ക്ലാസ്സും എടുക്കുന്നുണ്ട്. അത് സെൻറ്ററുകളിൽ വെച്ച് മാത്രമല്ല ക്ലാസ് ഉള്ളത്, ഓൺലൈനായിട്ടും ക്ലാസ്സുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ 6, 7 ക്ലാസ്സുകൾക്കെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളും 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വരാൻ പറ്റുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റുന്നവർക്ക് സെൻറ്ററുകളിൽ വെച്ച് ക്ലാസ്സും എടുത്തിരുന്നു. അതുതന്നെയാണ് ഈ വർഷവും തുടരാൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷം 6, 7 കുട്ടികൾക്ക് കുറച്ച് ക്ലാസ്സുകൾ സെൻറ്ററുകളിൽ വെച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. അതും നമുക്കൊന്ന് നോക്കാം. പക്ഷേ സെൻറ്ററുകളിൽ വരാൻ പറ്റിയാലും ഇല്ലെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ രണ്ടും ഒരുപോലെയാണ്. ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യുന്നവർ ഓഫ്ലൈനും ഓൺലൈനും പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ രണ്ടും ഉണ്ട് എന്നുള്ളത് ഒരു കാര്യം. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിസൾട്ടിന് ശേഷം നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പലപ്പോഴും പല ആൾക്കാരും ട്യൂഷന് പകരമാണോ ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ട്യൂഷന് പകരമല്ല ഫൗണ്ടേഷൻ കോഴ്സ്. നമുക്ക് സ്കൂളിലെ മാർക്ക് കൂടുതൽ കിട്ടുക എന്നുള്ളതല്ല ഉദ്ദേശം, മറിച്ച് സബ്ജക്റ്റ് ഡെപ്തിൽ പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. സബ്ജക്റ്റ് ഡെപ്തിൽ പഠിച്ചാൽ സബ്ജക്റ്റിനെ നമ്മൾ ഇപ്പോൾ നടക്കുന്ന പരീക്ഷാ രീതിയിൽ, എൻട്രൻസ് പോലെയുള്ള പരീക്ഷാ രീതികളിൽ എഴുതാനുള്ള പ്രാക്ടീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, സാധാരണ കേൾക്കുന്ന സബ്ജക്റ്റ് അത് തന്നെ നമ്മൾ അഡീഷണലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആൻസർ ചെയ്യാനുള്ള രീതിയിൽ കുട്ടികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ സ്കൂളിൽ ട്യൂഷന് പകരമല്ല എന്ന് പറയുന്നു. അപ്പോൾ സ്കൂളിൽ മാർക്ക് കൂടുതൽ കിട്ടുമോ? ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം സ്കൂളിൽ മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, അത് യാഥാർത്ഥ്യം. പക്ഷേ സ്കൂളിലെ മാർക്കിനേക്കാൾ ഉപരി അവർക്ക് കിട്ടുന്ന അറിവിലാണ് കൂടുതൽ ഞങ്ങൾ താല്പര്യം കാണിക്കുന്നത്. അത് കൂടാതെ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും കുട്ടികൾ എൻട്രൻസിനെ കുറിച്ചുള്ള നല്ല അവഗാഹം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇതുള്ളത്. അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സിൻ്റെയും ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തു പോകുന്നത്. സയൻസ് സബ്ജക്റ്റിനാണ് ഞങ്ങൾക്ക് താല്പര്യം കൂടുതൽ, അതുകൊണ്ടാണ് അങ്ങനെ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ NDSC എന്നൊക്കെ ഒരു എക്സാമിനേഷൻ ഉണ്ടായിരുന്നു, അത് ഈ വർഷം അതിൽ ഇല്ലാതായിട്ടുണ്ട്. ഒളിമ്പിയാഡുകൾ, അങ്ങനെയുള്ള പരീക്ഷകളുണ്ട്. IITയുടെ MBBSൻ്റെ KVPYയുടെ പരീക്ഷകളൊക്കെ എൻട്രൻസ് എക്സാമിനേഷന് മുമ്പേ തന്നെ കുട്ടികൾക്ക് എഴുതാനുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനുള്ളൊരു പ്രാക്ടീസ് കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട് എന്നോർത്തോളുക. അപ്പം നമ്മളുടെ സ്കൂളിലുള്ള കുട്ടികൾ, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക്, പല സ്കൂളിലുള്ള കുട്ടികൾ എൻട്രൻസിൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചേരുന്ന കുട്ടികൾ തമ്മിൽ മത്സരിക്കാൻ കിട്ടും. അത് മറ്റൊരു കാര്യം. അപ്പോൾ തന്നെ നമുക്ക് സ്കൂളിൽ ഒരു കുട്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കുട്ടിയാണ്, അപ്പോൾ മറ്റൊരു സ്കൂളിലെ മുന്നിൽ നിൽക്കുന്ന കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം. അതുപോലെ തന്നെ KVPY ഒളിമ്പിയാഡുകളൊക്കെ എഴുതുമ്പോൾ നമുക്ക് നാഷണൽ ലെവലിലുള്ള കുട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനൊരവസരം, കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനൊരവസരം കിട്ടും. അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടാകും എന്നോർത്തോടുക. 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നമ്മൾ ഓഫ്ലൈനുണ്ട്, ഓൺലൈൻ മാത്രമുള്ളതുണ്ട്. അപ്പോൾ ഗൾഫിലൊക്കെയുള്ള കുട്ടികൾ ചേരുന്നുണ്ട്, അവരൊക്കെ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. 6, 7 ക്ലാസ്സിൽ ഓൺലൈനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ സെൻറ്ററുകളുടെ അടുത്തുള്ള കുട്ടികൾക്ക് ഇടയ്ക്ക് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഏപ്രിൽ മാസത്തിൽ ക്ലാസ്സുകൾ തുടങ്ങും. ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയാൽ അടുത്ത മാർച്ച് വരെയാണ് ക്ലാസ്സുകൾ. അടുത്ത വർഷം നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടണമെങ്കിൽ, ഒരു വർഷത്തേക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്, അടുത്ത വർഷം പ്രമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സ്ക്രീനിങ് ടെസ്റ്റിന് പകരം നമ്മളുടെ പ്രമോഷൻ ടെസ്റ്റ് എഴുതി ക്ലിയർ ചെയ്താലേ കയറാൻ പറ്റുള്ളൂ. അതൊരു കാര്യമാണ്. അപ്പോൾ 6ാം ക്ലാസ്സിൽ കയറിയ, ഇപ്പോൾ 5ൽ പഠിക്കുന്ന കുട്ടി 6ാം ക്ലാസ്സിൽ കയറാം. 6ാം ക്ലാസ്സിൽ കയറി 6ാം ക്ലാസ് കംപ്ലീറ്റ് ആയി
മാർച്ച് ഏപ്രിൽ മാസത്തിൽ അവർക്ക് പ്രൊമോഷൻ ടെസ്റ്റ് ഉണ്ടാവും. ആ പ്രൊമോഷൻ ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ അടുത്ത വർഷത്തേക്കുള്ള ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ ഈ വർഷം സ്ക്രീനിങ് ടെസ്റ്റ് എഴുതുന്ന കുട്ടികൾ സ്ക്രീനിങ് ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവർക്ക് പ്രൊമോഷൻ ടെസ്റ്റ് എഴുതിയാണ് വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് കയറിപ്പോകാൻ പറ്റുക. അത് ഒന്ന് പ്രത്യേകം ഓർത്തുകൊള്ളുക. പിന്നീട് ബാക്കി നമുക്ക് അഡ്മിഷൻ്റെ പ്രൊസീജിയറും ഒക്കെ പിന്നീടുള്ള മീറ്റിങ്ങിൽ പറയാം. ഇന്നത്തെ മീറ്റിങ്ങിൽ നമുക്ക് ടോപ്പ് വന്നേക്കുന്ന കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്തി തരും. അല്ല, കുട്ടികളുടെ പേരൊന്നും പറയുന്നില്ല, കുട്ടികളെ പരിചയപ്പെടുത്തി തരും. പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ള കാര്യം 16-ാം തീയതി എന്നുള്ളത് നമ്മൾ 23-ാം തീയതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഇതിൻ്റെ സ്ക്രീനിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് പ്രദീപ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഫൗണ്ടേഷൻ, അതായത് ഇപ്പോൾ 5-ാം ക്ലാസ്, 6-ാം ക്ലാസ്, ദെൻ 7, 8, 9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ മീറ്റിംഗാണ് നമ്മൾ ഇന്ന് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ എന്താണ് ഇൻ്റഗ്രേറ്റഡ്? നമ്മുടെ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച നമ്മുടെ സ്കൂൾ ടോപ്പിക്കുകളൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും സമയം നമുക്കുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കും കൂടുതൽ ആഴത്തിൽ നല്ല ദൃഢമായി മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ചേരുന്ന കോഴ്സാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കൂടുതലായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ദെൻ ബയോളജി, മാത്സ് എന്നീ സബ്ജക്റ്റുകളുടെ അതിൻ്റെ അഡ്വാൻസ് രീതിയിൽ, എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അഡ്വാൻസ് രീതിയിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് മുൻപത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള നമ്മുടെ ഓരോരോ സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾ. അതായത് ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് നീറ്റ് അല്ലെങ്കിൽ ജെയിൽ ടോപ്പേഴ്സ് ആയിട്ട് നിൽക്കുന്ന, ഈ വർഷത്തെ തന്നെ നമ്മുടെ കേരള ടോപ്പർ ആയിട്ടുള്ള നമ്മുടെ തോമസ് ബിജു എന്ന് പറയുന്ന ആൾ 8-ാം ക്ലാസ് മുതൽ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ, അതുപോലെ തന്നെ ഇതിനു മുമ്പത്തെ നമ്മുടെ ഗൗരി ശങ്കർ, എയിംസ് നമുക്ക് കേരള ഫസ്റ്റ് റാങ്ക് വന്നിരുന്ന ഗൗരി ശങ്കർ 9-ാം ക്ലാസ് മുതൽ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോ കോമ്പറ്റീറ്റീവ് എക്സാമിനും ഒരു കുറച്ച് നാൾ മുമ്പ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് കാര്യമില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ 5-ൽ നിന്ന് 6-ലേക്ക് വരുന്ന കുട്ടികൾ മുതലുള്ളവർക്ക് നമ്മുടെ ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സുകൾ നമ്മൾ സാറ് പറഞ്ഞതുപോലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള സെൻറ്ററുകളിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വരാം. സെൻറ്ററുകൾ ഏതൊക്കെയെന്ന് നമുക്ക് പിന്നീട് ബ്രോഷറിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും കൃത്യമായിട്ട് ഒന്നുകൂടെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നവർക്ക് നമ്മുടെ 6, 7, 8 ക്ലാസ്സുകളിലേക്ക് അടുത്ത വർഷം വരുന്നവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്കൂളിൽ പഠിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് 6, 7, 8 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂൾ ടോപ്പിക്കിനോടൊപ്പം തന്നെ അതിൻ്റെ കുറച്ച് അഡ്വാൻസ് ടോപ്പിക്കുകളാണ് നമ്മൾ ക്ലാസ് എടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ തികച്ചും ഡിഫറൻ്റായി സ്കൂൾ ടോപ്പിക്കിനോടൊപ്പം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ +1, +2 ലെവലിലുള്ള ടോപ്പിക്കുകളാണ്. അപ്പം നിങ്ങൾ ഓരോ പേരൻസിൻ്റെയും മനസ്സിൽ, അല്ലെങ്കിൽ ഓരോ കുട്ടികളുടെയും മനസ്സിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം. എങ്ങനെ ഞങ്ങൾ 9-ൽ പഠിക്കുന്ന ഒരാൾക്ക് +1ലേക്ക് ടോപ്പിക്ക് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് തന്നെ നടത്തി നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അതായത് ഇതുപോലത്തെ ടോപ്പിക്ക് കവറപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുള്ളവരായിരിക്കും നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ സെലക്ഷൻ നടത്തുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, കൃത്യമായിട്ടുള്ള സിലബസ് തന്നിട്ടുണ്ട്, ഓരോ ടെസ്റ്റിൻ്റെയും സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസിനെ ബേസ് ചെയ്ത് നന്നായിട്ട്, പ്രധാനമായും നമ്മുടെ NCERT ബേസ്ഡ് തന്നെ കവറപ്പ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നമ്മളൊരു പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ നമ്മളാണ് ഏറ്റവും നന്നായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷേ ഒരു എക്സാം എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അതിൽ നമുക്ക് ചെറിയ ചെറിയ വീക്ക് പോയിന്റ്സുകളുണ്ട്.
അത് നമ്മളൊന്ന് ആ വിടവ് നമ്മൾ നികർത്തി മുന്നോട്ട് പോയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് വരാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ മോക്ക് ടെസ്റ്റ് അറേഞ്ച് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ മോക്ക് ടെസ്റ്റ് അറേഞ്ച് ചെയ്തിരുന്നു. നമുക്കതിൻ്റെ ടോപ്പേഴ്സിനെ വഴിയെ കാണാം. ടോപ്പേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ പരീക്ഷയിൽ നമുക്ക് തെറ്റിപ്പോകുന്ന ഏരിയ വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് പലരും സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് രീതിയിലുള്ള ഒരു അപ്രോച്ചിലേക്ക് വളരെ കുറച്ച് പേര് മാത്രമേ മാറുന്നുള്ളൂ. ഇപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അവർ ഒരു ഒബ്ജക്റ്റീവ് രീതിയിലുള്ള പരീക്ഷകൾ എഴുതുന്നത്. അപ്പോൾ ഇനിയുള്ള കാലങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ഓരോ പരീക്ഷകളും മിക്കവാറും നമുക്ക് ഒബ്ജക്റ്റീവ് രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രാക്ടീസും കൂടാണ് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യത്തിന് നമ്മൾ അടിത്തറയിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മൾ +2 കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് നോക്കാം അങ്ങനെ ആലോചിച്ച് പതുക്കെ നമ്മളറിയാതെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തോടൊപ്പം തന്നെ നമ്മുടെ പഠനവും പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനാണെങ്കിലും അതിന് അവർ കൃത്യമായിട്ട് തന്നെ അത് കണ്ടക്ട് ചെയ്യുന്ന ബോർഡ് നമുക്ക് സിലബസ് തന്നിരിക്കും. പക്ഷേ ആ സിലബസിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് പരിചയം ഉണ്ടാകും. പക്ഷേ എക്സാം എഴുതി കഴിയുമ്പോൾ അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ കഴിയാതെ വരുന്നു. അത് നമ്മുടെ ഒരു നെഗറ്റീവാണ്, അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഒരു അപാകതയാണ്. അത് മിനിമൈസ് ചെയ്ത് പരമാവധി നമുക്ക് മുന്നോട്ട് കയറണം. അപ്പോൾ നമ്മൾ പതുക്കെ കയറി മുന്നോട്ട് വന്നെങ്കിൽ നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഓഫ്ലൈൻ സെൻറ്ററുകൾ നമുക്ക് കേരളത്തിൽ മിക്കവാറും കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ജില്ലകളിലും നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററുകളുണ്ട്. എങ്കിലും ഇവിടെ എല്ലാ സെൻറ്ററിലെയും കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ പ്രോഗ്രാമിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇപ്പം കോഴിക്കോട്ടുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടിയായിട്ട് മത്സരിക്കാനുള്ള സാഹചര്യം നമ്മുടെ ഈ കോഴ്സിൽ ചേരുന്നതോടുകൂടി നമുക്ക് കൈവരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തിപ്പെടുമ്പോൾ തന്നെ നമുക്ക് വിവിധ തരം ഒളിമ്പ്യാഡുകൾ എന്ന് വെച്ചാൽ, ഞാൻ ഹൈസ്കൂൾ കാലഘട്ടം അതായത് 8ാം ക്ലാസ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ശരിക്കും പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ പ്രൈവറ്റ് ഏജൻസികൾ നടത്തുന്ന പല സിൽവർ സോൺ ഒളിമ്പ്യാഡ്, SOF ഒളിമ്പ്യാഡ്, അങ്ങനെ പല ഒളിമ്പ്യാഡുകളും ഉണ്ട്. നിങ്ങൾ പലരും അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും, ചിലർ അതിൽ വിന്നറായിട്ടുണ്ടാകും. പക്ഷേ ഗവൺമെൻറ് നടത്തുന്ന ഒളിമ്പ്യാഡുകൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് അതിൽ അപ്പിയർ ചെയ്യാൻ പറ്റുക. അത് 2 രീതിയിലുള്ള ഒളിമ്പ്യാഡുകളാണുള്ളത്. ഒന്ന് മാത്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള നമ്മുടെ IOQM, ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്സ് എന്ന് പറയും. അതുപോലെ തന്നെ സയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി IOQJS എന്ന് വെച്ചാൽ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ ജൂനിയർ സയൻസ്. അപ്പോൾ നമ്മുടെ ഇഷ്ടം സയൻസിലാണോ മാത്സിലാണോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബേസിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുക. 2 ക്രൈറ്റീരിയ പറയുന്നു. ഒന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുക. ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളായിരിക്കും. അല്ലെങ്കിൽ അത് ജൂനിയർ സയൻസിനാണെങ്കിൽ 8ലോ 9ലോ 10ലോ പഠിക്കുന്നവർ. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബേസിൽ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറുണ്ട്. അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ IOQM മാത്സ് ഒളിമ്പ്യാഡുകാർക്ക് ശരിക്കും പറഞ്ഞാൽ 8 തൊട്ടുള്ള എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ വർഷത്തെ ഏതാണ്ട് ആപ്ലിക്കേഷനൊക്കെ ക്ലോസ് ചെയ്തു. അതിൻ്റെ പരീക്ഷ വരുന്നത് ഒക്ടോബർ 30ാം തീയതിയാണ് അതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അത് നടത്തുന്നത് നമ്മുടെ ഹോമി ബാബ സെൻറ്റർ ഫോർ ആറ്റമിക് റിസർച്ച് ആണ്. അതുപോലെ HBCSE കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്ത് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഒളിമ്പ്യാഡ്, അതായത് ഞാൻ ആദ്യം മാത്സ് ഒളിമ്പ്യാഡിലേക്ക് പോകാം. മാത്സ് ഒളിമ്പ്യാഡിൽ ഞാൻ പറയട്ടെ, നമ്മുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും +1ൽ പഠിക്കുന്ന കുട്ടിയും എഴുതുന്ന സിലബസ് അല്ലെങ്കിൽ എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആയിരിക്കും.
അപ്പം നമ്മുടെ മനസ്സിലേക്ക് തോന്നും, ഒരു +1 പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ മത്സരിച്ചാൽ, 8 പഠിക്കുന്ന ഒരാൾ മത്സരിച്ചാൽ അതിൽ നല്ല റിസൾട്ട് ഉണ്ടാകുമോ? നിങ്ങളുടെ മുന്നിൽ ഈ കോഴ്സിൽ പഠിച്ചിട്ടുള്ള പല മിടുക്കന്മാരും മിടുക്കികളും ഇതുപോലത്തെ നല്ല റിസൾട്ടുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അവരിതുപോലെ തന്നെ കൃത്യമായി പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ +1 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത് നല്ല റിസൾട്ടിലേക്ക് വരുന്നു. അപ്പോൾ 8ാം ക്ലാസ് തൊട്ട് +1 +2 വരെയുള്ളവർക്ക് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ IOQM, അതായത് മാത്സ് ഒളിമ്പ്യാഡിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ സയൻസിലാണെങ്കിൽ 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബേസിലാണ് നമുക്ക് ഇതിന് ആപ്ലിക്കേഷൻ എടുക്കുക. അപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജൂനിയർ സയൻസ് ഉള്ളത് മാറി സീനിയർ സയൻസ് ഒളിമ്പ്യാഡിലേക്ക് മാറുന്നു. സീനിയർ സയൻസ് ഒളിമ്പ്യാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് സബ്ജക്റ്റാണോ കൂടുതൽ ഇഷ്ടം, അതായത് ഫിസിക്സ് എങ്കിൽ ഫിസിക്സ് ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, കെമിസ്ട്രി എങ്കിൽ കെമിസ്ട്രി, ദെൻ ബയോളജി, ദെൻ മാത്സ് അവിടെ വരുന്നില്ല, നേരെ ആസ്ട്രോണമി ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 5 ഒളിമ്പ്യാഡ് മെയിനായിട്ട് തന്നെ, ഇതിനടുത്ത് നമ്മുടെ സൈബർ ഒളിമ്പ്യാഡ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സബ്ജക്റ്റ് ബേസ്ഡ് 5 ഒളിമ്പ്യാഡുകളാണ് ഉള്ളത്. ഒന്ന് ഫിസിക്സ് ഒളിമ്പ്യാഡ്, ദെൻ കെമിസ്ട്രി ഒളിമ്പ്യാഡ്, ദെൻ ആസ്ട്രോണമി, ദെൻ മാത്സ് ഒളിമ്പ്യാഡ്. ഇതിലെല്ലാം വിജയിച്ചാൽ അത് നമുക്ക് ഒരു പരീക്ഷയല്ല, മാത്സ് ഒളിമ്പ്യാഡിന് ഒരു 3 ലെവലിലാണ് പരീക്ഷകൾ നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ഒളിമ്പ്യാഡ് ക്വാളിഫയർ ആൾക്ക് എന്താണ് ഏറ്റവും കിട്ടാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഒളിമ്പ്യാഡ് ക്വാളിഫയർ ആണെന്ന് പറയാം. മറ്റൊന്ന് പറയുന്നത്, ഈ വർഷം നമുക്ക് IIT അഡ്മിഷൻ, നമുക്ക് ഒളിമ്പ്യാഡ് ക്വാളിഫയർ ആകുന്നവർക്ക് IIT അഡ്മിഷൻ, ഡയറക്റ്റ് അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം ഒരാൾ നമ്മുടെ ഇവിടെ നിന്ന് അതുപോലെ തന്നെ കിട്ടിപ്പോയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിൽ നിന്നുള്ള ബെനിഫിറ്റുകൾ നമുക്ക് പറ്റും. അപ്പോൾ ഇതുപോലത്തെയുള്ള വിവിധ തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. പല സ്കൂളുകാരും ഇതറിയുന്നില്ല, നമ്മൾ പലരും ഇതറിയുന്നില്ല. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് നമുക്കെഴുതാൻ കഴിയുന്ന ഓരോ എക്സാമും അത് നമ്മൾ വിജയിക്കും എന്നുള്ളതല്ല, നമ്മുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ. അപ്പോൾ തന്നെ നമ്മൾക്ക് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കുന്നു. ആ പാറ്റേൺ മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ലാസ്റ്റ് +1 +2ലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു IIT അല്ലെങ്കിൽ ഒരു എയിംസ് അഡ്മിഷനാണെന്നറിയാം. ആ ഒരു അഡ്മിഷനിലേക്ക് എത്താനുള്ള ചെറിയ ചവിട്ടുപടികളാണ് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നു. അതിന് മുൻപായി തന്നെ നമ്മൾ വിവിധ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ആദ്യം സന്തോഷ് സാറ് പറഞ്ഞതുപോലെ തന്നെ 16-ാം തീയതിയായിരുന്നു നമ്മുടെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വെച്ച് അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മെഡിക്കലിൻ്റെ വിക്ടറി ഡേ സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് അത് 23-ാം തീയതിയിലേക്ക് കണ്ടക്ട് ചെയ്യുന്നത് മാറ്റിവെച്ചു. സോ നിങ്ങളെ സംബന്ധിച്ച് ഒരു മോക്ക് ടെസ്റ്റും കൂടെ അവൈലബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ആഴ്ചകളിൽ നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. കൃത്യമായിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഈ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 5ൽ നിന്ന് 6ലേക്ക് വരുന്ന കുട്ടികൾക്ക് നെഗറ്റീവ് മാർക്കില്ല. അവർ എത്ര ക്വസ്റ്റ്യൻ എഴുതിയാലും ആ ക്വസ്റ്റ്യൻ എത്രണ്ണം ശരിയാകുന്നു അതിന് ബേസിലായിരിക്കും മാർക്ക് വരിക. പക്ഷേ 6, 7, 8 ക്ലാസ്സുകളിലേക്ക് വരുന്ന കുട്ടികൾക്ക് അത് കറക്റ്റ് ആൻസറിന് 4 മാർക്കും, തെറ്റിപ്പോകുന്നതിന് ഒരു മാർക്ക് നെഗറ്റീവ്, അതായത് പെനാൽറ്റി എന്ന് പറയും, ആ നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കും. നമ്മുടെ മുന്നിലോട്ടുള്ള ഇനിയുള്ള പല എക്സാമുകളിലും, ഇനിയുള്ള എല്ലാ എക്സാമുകളിലും നമുക്ക് ഇതുപോലത്തെ ഒരു പെനാൽറ്റി മാർക്കിംഗ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലൊരു റിസൾട്ടിലേക്ക് പോകാൻ സാധിക്കുക. ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും ആലോചിക്കും, ജസ്റ്റ് നമുക്ക് സെലക്ഷൻ മാത്രമേ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിൽ വരികയുള്ളൂ. അല്ല, നിങ്ങൾക്ക് വളരെ നല്ലൊരു സ്കോളർഷിപ്പും കൂടെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വഴി കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് സ്കോളർഷിപ്പിലേക്ക് പോകാം. സ്കോളർഷിപ്പ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും, എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് പ്രൊഫൈലിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രോഷർ തന്നെയാണ്. brilliantpala.org എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്രോഷർ
ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സ്കോളർഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ 6, 7, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏതാണ്ട് ഫസ്റ്റ് റാങ്കിന് ഏതാണ്ട് ഒരു 50,000 രൂപ തന്നെയാണ് സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് റാങ്കിന് 40 പറയുന്നു, 40,000 രൂപ. ദെൻ തേർഡ് റാങ്കിന് 30,000 രൂപ. ദെൻ 4 to 10 7 പേർക്ക് നമ്മൾ 25,000 രൂപ വെച്ച് സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നു. ദെൻ 11 to 20 ഒരു 10 സ്റ്റുഡൻസിന് ഏതാണ്ട് 20,000 രൂപ സ്കോളർഷിപ്പ് പറയുന്നു. ദെൻ 21 to 30 10 സ്റ്റുഡൻസിന് 15,000 രൂപ സ്കോളർഷിപ്പ് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നു. 31 തൊട്ട് 50 വരെയുള്ള 20 കുട്ടികൾക്ക് 10,000 രൂപ സ്കോളർഷിപ്പ്. അപ്പോൾ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, ഇന്നിപ്പം നമ്മുടെ ഈ മീറ്റിങ്ങിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് ഉറപ്പായും കിട്ടാൻ പോകുന്ന ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് ആണ് നമ്മളിവിടെ കാണുന്നത്. 6, 7, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല സ്കോളർഷിപ്പ് തന്നെ കിട്ടുന്നു. ഇനിയും നമ്മളത് 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്കാണ് നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പ് പറഞ്ഞത്. ഇനി 8, 9, 10 ക്ലാസ്സുകളിലേക്ക് വരുന്നവരുടെ സ്കോളർഷിപ്പും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്ക് 1,00,000 രൂപയാണ് നമ്മൾ സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 1,00,000 രൂപ നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടുന്നു. ദെൻ സെക്കൻഡ് റാങ്കിലേക്ക് വരുന്നവർക്ക് 50,000. ദെൻ തേർഡ് റാങ്ക് ആണെങ്കിലും നമ്മൾ 50,000 തന്നെ സ്കോളർഷിപ്പ്. ദെൻ 4 to 10 7 സ്റ്റുഡൻസിന് 45,000 രൂപ സ്കോളർഷിപ്പോട് കൂടി നിൽക്കുന്നു. ദെൻ 11 to 20 10 സ്റ്റുഡൻസിന് 30,000 രൂപ സ്കോളർഷിപ്പ് വരുന്നു. ദെൻ 21 to 30 10 സ്റ്റുഡൻസിന് 20,000 രൂപ സ്കോളർഷിപ്പ് വരുന്നു. ദെൻ 31 to 50 20 സ്റ്റുഡൻസിന് 10,000 രൂപ സ്കോളർഷിപ്പ് വരുന്നു. അപ്പം വളരെ ആകർഷകമായ ഒരു സ്കോളർഷിപ്പാണ്. അതായത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പ് സ്നേഹപൂർവ്വം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരാൾക്ക് ഇതുപോലത്തെ ആദ്യത്തെ ഏത് ക്ലാസ്സിലാണെങ്കിലും ആദ്യത്തെ 50 പേർക്ക് നമുക്ക് ഉറപ്പായും സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത്, ഇനിയും നമ്മുടെ മുന്നിൽ 2 ആഴ്ച കാലമുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ റെഡിയാകുക. ഓരോ മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് എന്തായിരുന്നു പ്രശ്നം, അല്ലെങ്കിൽ ഏത് ഏരിയ ആയിരുന്നു നമുക്ക് പ്രോബ്ലമായിട്ട് തോന്നിയത്, അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി ഒന്നുകൂടെ അത് റിവൈസ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാം. എന്നിരുന്നാലും നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് ഒക്ടോബർ 23-നാണ്. അത് മിക്കവാറും നമ്മൾ ഉച്ച കഴിഞ്ഞായിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. ഹോൾ ടിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തില്ല. ഹോൾ ടിക്കറ്റ് ഒരു 15-ാം തീയതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആകുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് സെൻറ്ററുകൾ, നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് എനിക്കറിയാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിന്നുള്ള കുട്ടികൾ നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സെൻറ്ററിലാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് സെൻറ്ററുകളിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ജസ്റ്റ് ഒന്നുകൂടി നിങ്ങളെ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ക്ലാസ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് പാല, അതായത് മുത്തോലി ക്യാമ്പസിൽ വെച്ചായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ നടക്കുക. കാഞ്ഞിരപ്പള്ളി നമുക്ക് നിയർ സെൻറ്റ് ആൻ്റണി സ്കൂളിന് സമീപമാണ്. അവിടെ ആ സ്കൂളിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ അറേഞ്ച് ചെയ്തിരിക്കുക. കോട്ടയം KE മാന്നാനം സ്കൂളിനോട് സമീപത്തുള്ളത് തന്നെയാണ്. ദെൻ തൊടുപുഴ, വാഴക്കുളം അല്ലെങ്കിൽ ഡീപോൾ, അവിടെ ഏതെങ്കിലും ഒരു സെൻറ്ററിലായിരിക്കും നമുക്ക് ക്ലാസ് നടക്കുക. വാഴക്കുളത്താവാം, വാഴക്കുളത്താണ് കോപ്പറേറ്റീവ് സ്കൂളിന് സമീപമായിരിക്കും. ദെൻ തൊടുപുഴയാണെങ്കിൽ ഡീപോൾ സ്കൂളിന് സമീപമായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ നടക്കുക. ദെൻ എറണാകുളത്താണെങ്കിൽ നമുക്ക് നമ്മുടെ കാക്കനാടുള്ള മേരി മാതാ സ്കൂളിന് സമീപം നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നു. അതുപോലെ തന്നെ ബ്രില്യൻ്റ് ക്യാമ്പസ് തേവരയിലുള്ള ബ്രില്യൻ്റ് ക്യാമ്പസ്, എറണാകുളത്ത് നമുക്ക് മെയിനായിട്ട് 2 സെൻറ്ററുകളാണുള്ളത്. ഒന്ന് മേരി മാതാ കാക്കനാട് സ്കൂളിന് സമീപവും പിന്നെ മറ്റൊന്ന് നമ്മുടെ ബ്രില്യൻ്റ് ക്യാമ്പസ്, അതായത് SH കോളേജിന് സമീപമുള്ള ബ്രില്യൻ്റ് ക്യാമ്പസിൽ വെച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നു, കുരിശുമൂടാണ്. ദെൻ തൃശ്ശൂർ നമ്മൾ ബ്രില്യൻ്റിൻ്റെ ക്യാമ്പസ് അയ്യന്തോൾ വെച്ച് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ കോഴിക്കോട് ദേവഗിരി ക്യാമ്പസിനോട് സമീപമുള്ള ബ്രില്യൻ്റ് ക്യാമ്പസിൽ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. ദെൻ ട്രിവാൻഡ്രത്ത് പരുത്തിപ്പാറയിൽ വെച്ച് നമുക്ക് ബ്രില്യൻ്റിൻ്റെ ക്യാമ്പസ് ഉണ്ട്, അവിടെ വെച്ച് നമുക്ക് ക്ലാസ്സുകളുണ്ട്. കൊല്ലം ബ്രില്യൻ്റിൻ്റെ ക്യാമ്പസ് തന്നെ പള്ളിമുക്കിലുള്ള യൂനസ് കോളേജിന് സമീപമുള്ള ബ്രില്യൻ്റിൻ്റെ ക്യാമ്പസിൽ വെച്ച് നമുക്ക് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന സെൻറ്റേഴ്സ്. പാല, കാഞ്ഞിരപ്പള്ളി, കോട്ടയം,
തൊടുപുഴ, എറണാകുളം, ചങ്ങനാശ്ശേരി, തൃശ്ശൂർ, കോഴിക്കോട്, ട്രിവാൻഡ്രം, കൊല്ലം. ഇങ്ങനെ വിവിധ സെൻറ്ററുകളിൽ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ട്. അപ്പം നമ്മളിപ്പോഴും എല്ലാവരും ചിന്തിക്കും നമ്മുടെ വീടിനടുത്ത് ഉണ്ട്, സെൻറ്റർ ഉണ്ട്, നമുക്ക് ധൈര്യമായി അവിടെ ഓഫ്ലൈൻ ക്ലാസ്സിന് വരാം. പക്ഷേ ഇവിടെ ദൂരെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടാകും. അപ്പോൾ ഓഫ്ലൈൻ പരീക്ഷ എഴുതി ക്വാളിഫൈഡ് ആണെങ്കിൽ അവർക്ക് ഓൾറെഡി നമുക്ക് സ്കോളർഷിപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സിനും, അതായത് ഓഫ്ലൈൻ ബാച്ചിലും ചേരാനുള്ള അവസരമുണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചിലും ചേരാനുള്ള അവസരമുണ്ട്. ഏത് ബാച്ചാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം അത് വളരെ സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സിലബസും കൂടെ നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾ കൃത്യമായിട്ട് 2 മോക്ക് ടെസ്റ്റുകൾ എഴുതിയത് കൊണ്ട് തന്നെ സിലബസ് കണ്ടു കാണും. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് നമ്മുടെ സിലബസ് കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. നമ്മുടെ 5ൽ നിന്ന് 6ലേക്ക് വരുന്നവരുടെ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലുള്ളവരുടെയും സയൻസ്, മാത്സ് ചാപ്റ്റേഴ്സാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സയൻസിലെ ഫുഡ്, ഹെൽത്ത്, ദെൻ പ്ലാന്റ്സ്, ടീത്ത്, ദെൻ plants and their food adaptations, then matter, then force, work, energy, air, water, then planet, seasons, അങ്ങനെ number system, then test of disability, then factors and multiples, then fractions, circles, time. then അതുപോലെ തന്നെ 6ൽ നിന്ന് 7ലേക്കുള്ളവരുടെ സിലബസ് ഇതാണ്. മാറിപ്പോകരുത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ നമുക്ക് ഫോഴ്സ് ആൻഡ് വർക്ക്, ദെൻ നാച്ചുറൽ കലാമിറ്റീസ്, ദെൻ സിമ്പിൾ മെഷീൻസ്, ദെൻ യൂണിവേഴ്സ്, വേൾഡ് അറൗണ്ട് അസ്, നാച്ചുറൽ റിസോഴ്സ്, ഫ്യൂവൽസ്, എയർ ആൻഡ് ഇറ്റ്സ് യൂസേജ്, ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഒബ്ജക്ട്സ്, അവർ ബോഡീസ്, ദെൻ ഡിസീസ്, ദെൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അതുപോലെ തന്നെ മാത്സിലെ നമ്പേഴ്സ്, ഫ്രാക്ഷൻ, ഡെസിമൽസ്, ആംഗിൾസ്, ട്രയാങ്കിൾസ്, ഏരിയ ആൻഡ് പാരിമീറ്റേഴ്സ്, ദെൻ മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് ഡിവിഷൻസ്. ദെൻ 7ൽ നിന്ന് 8ലേക്ക് വരുന്നവരുടെ സിലബസ് മോഷൻ ആൻഡ് മെഷർമെന്റ്, ലൈറ്റ്, ഷാഡോസ്, ദെൻ ഇലക്ട്രിസിറ്റി, ഫൈബർ ടു ഫാബ്രിക്സ്, ദെൻ സോർട്ടിംഗ് മെറ്റീരിയൽസ് ഇൻ ടു ഗ്രൂപ്സ്, ദെൻ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ചേഞ്ച് അറൗണ്ട് us, വാട്ടർ, ഫുഡ്, components of food, then getting to know plants, body movements, then maths, knowing our number, whole numbers, then playing with the numbers, integers, algebra, basic geometric ideas, ratio and proportions. ദെൻ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം 9ലേക്ക്, അതായത് ഇപ്പോൾ 8ൽ നിന്ന് 9ലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സിലബസ് എന്ന് പറയുന്നത് സയൻസ് ആയിട്ട് നമുക്ക് മെഷർമെൻറ്റ്സ്, ദെൻ മോഷൻ ആൻഡ് ടൈം, ദെൻ ഹീറ്റ്, സൗണ്ട്, ഇലക്ട്രിക്കൽ കറണ്ട് ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ്, ദെൻ ലൈറ്റ്, general chemistry, fiber to fabrics, then acid base salt, then etc, then maths, integers, fractions, decimals, rational numbers, then lines and angles, etc. then അടുത്തത് നമുക്ക് 9ൽ നിന്ന് 10ലേക്കുള്ളവരുടെ സിലബസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. മെഷർമെൻറ്റ്, ദെൻ അതുപോലെ തന്നെ ഫോഴ്സ്, പ്രഷർ, ഫ്രിക്ഷൻ, ഇലക്ട്രിസിറ്റി, ലൈറ്റ്, ജനറൽ കെമിസ്ട്രി, ദെൻ ആസിഡ് ബേസ് സോൾട്ട്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, ദെൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്, ദെൻ coal and petroleum, crop productions and microorganism, conservations of plants, then cellular level, then maths-like rational numbers, squares and square roots, cubes and cube root, then linear equations in one variable, quadrilateral, playing with the numbers, algebraic expression, algebraic identity, etc. ഇതാണ് നമ്മുടെ ആ ഒരു സ്കോളർഷിപ്പിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട സിലബസുകൾ. ആ സിലബസിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് എക്സാമുകൾ അവൈലബിൾ ആകുക. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകുക. നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ യൂട്യൂബ് ചാനൽ, അതായത് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ, നിങ്ങളിപ്പം ഈ ഒരു കോഴ്സിൽ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ബ്രില്യൻറ്റ് ചേർന്നില്ല, അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്നിരുന്നാലും നിങ്ങൾക്ക് എപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനൊക്കെ തരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കോമ്പറ്റീറ്റീവ് എക്സാമും അതിൻ്റെ അപ്ഡേഷൻസ് വരുമ്പോൾ കൃത്യമായിട്ട് ഓരോ കുട്ടികളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ബ്രില്യൻറ്റ് പാല ജൂനിയേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ പേരൻസ് ഓരോ ഒളിമ്പ്യാഡിനെ പറ്റിയും അല്ലെങ്കിൽ ഓരോ കോമ്പറ്റീറ്റീവ് എക്സാമിനെ പറ്റിയും നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ എക്സാം എഴുതാം,
അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കൃത്യമായുള്ള കാര്യങ്ങൾ മനസ്സിലാകാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയുന്നതിന് വേണ്ടി, നമ്മുടെ അറിവിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയാണ് ബ്രില്യൻ്റ് ഇതുപോലത്തെ ഒരു യൂട്യൂബ് ചാനൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്രില്യൻ്റ് പാല ജൂനിയേഴ്സ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ ID. നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ കിട്ടിക്കോളും. ഇനി അതുപോലെ തന്നെ നമ്മുടെ 23-ാം തീയതി നമുക്ക് വിവിധ കേരളത്തിലെ ഏതാണ്ട് ഒരു 12 ജില്ലകളിലാണ് നമ്മൾ നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ നമുക്ക് 2 സെൻറ്ററുകളാണുള്ളത്. ഒന്ന് നമ്മുടെ ആലപ്പുഴയിലെ SDV ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ആലപ്പുഴയിലുള്ളത്. ദെൻ അതുപോലെ തന്നെ ഹരിപ്പാട് വരുമ്പോൾ ബദനി സെൻട്രൽ സ്കൂളാണ് നമുക്ക് പറയാനുള്ളത്. ബദനിയിലാണ്. ബദനി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ആലപ്പുഴക്കാർക്ക് അറിയാവുന്ന ഒരു സ്കൂൾ തന്നെയാണ്. ദെൻ എറണാകുളത്തേക്ക് വരുമ്പോൾ നമുക്ക് കാക്കനാട് മേരിമാതാ സ്കൂളായിരിക്കും നമുക്ക് വരിക. ദെൻ അതുപോലെ തന്നെ പെരുമ്പാവൂർ പ്രഗതി അക്കാദമി എന്ന് പറയുന്ന സ്കൂളാണ്. തേവര SH സ്കൂളിന് സമീപം. ദെൻ തൃക്കാക്കര നമുക്ക് KMM കോളേജിന് സമീപമായിരിക്കും വരിക. ദെൻ കട്ടപ്പനയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ 2 സെൻറ്ററുകളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നു കാർമൽ പബ്ലിക് സ്കൂൾ വരാം. ദെൻ അതുപോലെ തന്നെ കട്ടപ്പനയിൽ നമുക്ക് ഓശാന ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും സ്കൂൾ വരിക. ദെൻ കണ്ണൂരിലേക്ക് വരുമ്പോൾ നമുക്ക് സെൻറ്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ദെൻ കൊല്ലത്തേക്ക് വരുമ്പം ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസ് UNS കോളേജിന് സമീപമുള്ള ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ കോട്ടയം, അതായത് ചങ്ങനാശ്ശേരിയിൽ നമ്മൾ കുരിശുമൂടാണ് അറേഞ്ച് ചെയ്യുക. കാഞ്ഞിരപ്പള്ളിയിൽ സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിലാണ് നമ്മൾ അതിനോട് സമീപമുള്ള ബിൽഡിങ്ങിലാണ് ടെസ്റ്റ് സെൻറ്റർ അനൗൺസ് ചെയ്യുക. ദെൻ മാന്നാനം KE സ്കൂളിന് സമീപം. ദെൻ പാലായിൽ ബ്രില്യൻറ്റ് ക്യാമ്പസ് തന്നെയായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുക. ദെൻ കോഴിക്കോട് നമ്മൾ പറയുന്നത് ദേവഗിരി ക്യാമ്പസിന് സമീപമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് വടകരയിൽ നമ്മൾ സെൻറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ മലപ്പുറം നമുക്ക് കോട്ടയ്ക്കൽ, അതായത് SH സീനിയർ സെക്കൻഡറി സ്കൂള് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ പാലക്കാട് നമുക്ക് തപോവനം, അതായത് ചിന്മയ മിഷൻ കോളേജ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ പത്തനംതിട്ട നമ്മൾ ഹോളി ഏഞ്ചൽസ് സ്കൂളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ തൃശ്ശൂർ നമുക്ക് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസ് അയ്യന്തോള്. ദെൻ അതുപോലെ തന്നെ ചാലക്കുടിയിൽ നമ്മുടെ കാർമൽ സ്കൂളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാട്ടുരയ്ക്കിൽ ദേവമാത സ്കൂളിന് സമീപമാണ് അറേഞ്ച് ചെയ്തിരിക്കുക. ദെൻ ട്രിവാൻഡ്രത്ത് നമ്മുടെ നാലാഞ്ചിറ സർവോദയ വിദ്യാലയമാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഇതായിരിക്കും നിങ്ങളുടെ ടെസ്റ്റ് സെൻറ്ററുകളായിട്ട് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിൽ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു സെൻറ്ററുകൾ. ഇനി നമുക്ക് നമ്മുടെ ഇന്നലെ വളരെ നല്ല രീതിയിൽ എക്സാം എഴുതിയ നമ്മുടെ മിടുക്കന്മാരെ നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡൗട്ടുകളിലേക്ക് പോകാം. നമ്മൾ ഇന്നലെ 3ാമത്തെ സ്ക്രീനിങ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ 5ൽ നിന്ന് 6ലേക്ക് വരുമ്പോൾ ഏതാണ്ട് 200ഓളം കുട്ടികൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഫസ്റ്റ് റാങ്ക് മേടിച്ച മിടുക്കന്മാരായ ഒരു 4 കുട്ടികളുടെ സ്റ്റുഡൻ്റ് ID ആണ് നിങ്ങളിവിടെ കാണുന്നത്. കാരണം 4 പേരുടെ ഫോട്ടോ ഞങ്ങൾ ലാസ്റ്റത്തെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ റിസൾട്ട്, അതായത് 6ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 5,000 ക്യാഷ് പ്രൈസ്, 50,000 ക്യാഷ് പ്രൈസ് കിട്ടുന്ന ആളുടെ ഫോട്ടോ നമ്മൾ ഇതുപോലെ മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഒരു യൂസർ ID ആണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഒന്ന് 490800 ആണ്, കൺഗ്രാറ്റ്സ്. ദെൻ 491013 കൺഗ്രാറ്റ്സ്. ദെൻ 491583 കൺഗ്രാറ്റ്സ്. ദെൻ 492058 കൺഗ്രാറ്റ്സ്. ഈ 4 പേർക്കും സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ഇവരെ ഉണ്ടെങ്കിൽ, ഇവരുടെ പേരൻസ് ഉണ്ടെങ്കിൽ ഒന്ന് റൈറ്റ് ഹാൻഡ് എടുക്കുക, നമുക്ക് സംസാരിക്കാം. ദെൻ അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 6ഓളം കുട്ടികൾ കംപ്ലീറ്റ് ശരിയാക്കി നിൽക്കിയിരിക്കുന്നു, ഫുൾ മാർക്ക് കരസ്ഥമായിരിക്കുന്നു. കൺഗ്രാറ്റ്സ്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നു എല്ലാവരും. 6 പേരുടെയും യൂസർ ID നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 490539, then 490943, then 491169, then 492195, then 492347, then അതുപോലെ തന്നെ 494055. കൺഗ്രാറ്റ്സ്. ദെൻ അതുപോലെ തന്നെ അടുത്തതിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ 7ൽ നിന്ന് 8ലേക്ക് വന്നിരിക്കുന്ന കുട്ടികളാണ്. ഇവിടെയും ഏതാണ്ട് ഒരു 4ഓളം കുട്ടികൾക്ക് ഫുൾ മാർക്കിലേക്ക് വന്നിരിക്കുന്നു. 471317, ദെൻ 483482, ദെൻ അതുപോലെ തന്നെ 491736, ദെൻ 492287. കൺഗ്രാറ്റ്സ്. ദെൻ
8ൽ നിന്ന് 9ലേക്ക് വരുന്ന കുട്ടികൾ. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ട 3 ബാച്ചുകാരും അവർ സെലക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ബാച്ചിലേക്കാണ് വരിക. ഇനി വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലേക്കാണ് നമ്മൾ മാറുക. അപ്പോൾ തന്നെ ക്വസ്റ്റിൻ്റെ ആ ഒരു ലെവല് നമുക്ക് നോക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും. കാരണം അപ്പറേ നമുക്ക് 100% മാർക്ക് മേടിച്ചിരുന്നു. ഇവിടേക്ക് വന്നപ്പോൾ 92 ആണ്. 92 നല്ല മാർക്കാണ്. കമ്പയർ ടു 100% നിങ്ങൾക്കും അറിയാം. അതാണ് ഞാൻ പറഞ്ഞ ടഫായിരുന്നു എക്സാം എന്ന് നമുക്ക് ഉറപ്പായും മനസ്സിലാക്കാൻ പറ്റും. 265930 ആണ് ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നു. 370 മാർക്ക്. കൺഗ്രാറ്റ്സ്. ദെൻ 494260 കൺഗ്രാറ്റ്സ്. ദെൻ 495117 കൺഗ്രാറ്റ്സ്. ദെൻ ഫോർത്ത് റാങ്ക് 488756 കൺഗ്രാറ്റ്സ്. ദെൻ ഫിഫ്ത്ത് റാങ്ക് 463978 കൺഗ്രാറ്റ്സ്. ഇത്രയും പേര് ടോപ്പ് 5ൽ വന്ന് നിൽക്കുന്നവരാണ്. കൺഗ്രാറ്റ്സ്, എല്ലാവർക്കും സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ഈ ടോപ്പ് 5ലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് എടുത്ത് നിൽക്കുക. ദെൻ 10th ക്ലാസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കമ്പയർ ടു 6, 7, 8ലെ ക്വസ്റ്റ്യൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ച് ഇവിടെ ടഫായിട്ട് നമുക്ക് തോന്നാം. കാരണം 20 മാർക്ക് 2 പേർക്ക് നഷ്ടമായിരിക്കുന്നു. ഒന്ന് 295724, ദെൻ 493309, ദെൻ അതുപോലെ തന്നെ തേർഡും ഫോർത്തും റാങ്കിലേക്ക് 497607, 490932, ദെൻ 494684, ദെൻ സിക്സ്ത് റാങ്കിലേക്ക് വന്നിരിക്കുന്നു 495915, then 465052, then 493261, 495945, then 10th റാങ്കിലേക്ക് 2 കുട്ടികൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ഇവർ മാത്രമല്ല ടോപ്പേഴ്സ്. നമ്മൾ ഒരു മീറ്റിങ്ങിലാകുമ്പോൾ കുറച്ച് കുട്ടികളെ നമ്മൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ടോപ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ എക്സാമുകളിൽ സംഭവിച്ചിട്ടുണ്ടാകും. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു. ആ ഒരു മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതുപോലത്തെ ഓരോ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഏതൊക്കെയല്ലേ നമ്മുടെ ടോപ്പേഴ്സിലേക്ക് പോകാം. അതിനുശേഷം നിങ്ങളുടെ ഈ കോഴ്സിനെ പറ്റിയുള്ള സംശയങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ റൈസ് ഹാൻഡ് അടുത്ത് നിൽക്കുന്നവരിലേക്ക് പോകാം. ഭവൻ അരുൺ, ഹലോ. 5ൽ നിന്ന് 6ലേക്കല്ലേ? ഹലോ ഭവൻ. ഹലോ ഭുവൻ. യെസ് ഭുവൻ, കൺഗ്രാറ്റ്സ്. ഫസ്റ്റ് റാങ്ക് ആരനല്ലേ അല്ലേ? 5ൽ നിന്ന് 6ലേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോണം. നമ്മളെ കാത്ത് വളരെ വലിയൊരു സ്കോളർഷിപ്പ് നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. 5ൽ നിന്ന് 6ലേക്ക് വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്കോളർഷിപ്പാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിക്കണം. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഐസ, ഐസ എത്രയിൽ നിന്ന് എത്രയിലോട്ടായിരുന്നു ഐസ? 7ൽ നിന്ന് ഇനി 7ലോട്ടാ അല്ലേ? ഓ ഐസ ഫുൾ മാർക്ക് തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ട് അല്ലേ? കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇപ്പം ഞാൻ മുമ്പേ ഭുവനോട് പറഞ്ഞതുപോലെ തന്നെ ഐസയും കാത്ത് ദേ നല്ലൊരു എമൗണ്ട് ഞങ്ങൾ കരുതി വെച്ചിരിക്കുന്നു. അത് മേടിക്കണം കേട്ടല്ലോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോണം. ഇനി അടുത്ത മോക്ക് ടെസ്റ്റും കൃത്യമായിട്ട് എഴുതിക്കോണേ. പിന്നെ ഹോൾ ടിക്കറ്റിനോടൊപ്പം OMRന്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തോണം നമുക്ക്. കാരണം എക്സാം എന്ന് പറയുന്നത് കൃത്യ ടൈമിലായിരിക്കും നിങ്ങൾക്ക് നടക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുക. പക്ഷേ OMRൽ എഴുതുമ്പോൾ നമുക്കൊരു പ്രാക്ടീസ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിനോടൊപ്പം തന്നെ ഒരു OMR ഞങ്ങൾ അവൈലബിൾ ആക്കും. അപ്പോൾ ആ OMR എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്തോണം. ഓക്കെ ഓക്കെ. നിവേദിത, ഹലോ നിവേദിത. 5ൽ നിന്ന് 6ൽ നിന്ന് 7ലേക്ക് വരുന്ന കുട്ടി ദിബേഷ് നിവേദിത അല്ലേ? കൺഗ്രാറ്റ്സ്. എല്ലാവരും നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. നിങ്ങളുടെ ഈ ഒരു മാർക്ക് കാണുന്നത് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ. ആ നാജില, ഹലോ നജില. ഏത് ക്ലാസ്സിൽ നിന്ന് എത്രയിലോട്ടായിരുന്നു? 6ൽ നിന്ന് 7ലോട്ട്. 6ൽ നിന്ന് 7ലേക്ക് പോകുമ്പോൾ നജില. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റ്സ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതിക്കോണം. ഇനിയും മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഇനിയും സമയമുണ്ട് എന്ന് കരുതി പുറകോട്ട് ഇരുന്നേക്കല്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോണം. എല്ലാ ദിവസവും കുറേശ്ശെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? എന്നാ ഇച്ചിരി മാടാണല്ലോ. ചെയ്യണം കേട്ടോ. നമ്മൾ പുറകോട്ട് ഇരുന്നേക്കരുത്. പേരൻസ് പറയുന്നതിനോടൊപ്പം തന്നെ അവർ പറയും, പക്ഷെ നമ്മൾ തനിയെ ചെയ്യണം. കാരണം നിങ്ങളെ കാത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ വലിയൊരു സ്കോളർഷിപ്പാണ് കാത്തിരിക്കുന്നത്. മേടിക്കണം കേട്ടോ. ഓക്കെ,
ധന്യ അജയ്. Just one question only, sir. ഓക്കെ, പറയൂ. കൺഫേം ആണ് സർ. ഏത് സെൻട്രാ? വടകരയിലെ സെൻട്ര അലോ ചെയ്യാൻ ചാൻസ് ഉണ്ട്, മോസ്റ്റ് പ്രോബബ്ലി ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്, അത് പരമാവധി ഞങ്ങളും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇൻ കേസ് ഒരു 90% ഞങ്ങൾ അവിടെ ഒരു സെൻറ്റർ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ദർശവേഗ. ദർശവേഗ എത്രയിൽ നിന്ന് എത്രയിലേക്കാ? 7th നിന്ന് 8th ദർശവേഗ. യെസ്, ഫുൾ മാർക്ക് കരസ്ഥമാക്കി നിൽക്കുന്നു കേട്ടോ. അപ്പം മിടുക്കൻ, നല്ല രീതിയിൽ കേട്ടല്ലോ. ഫസ്റ്റ് റാങ്ക് എത്രയാ സ്കോളർഷിപ്പ് വരുന്നേ? ആ, മേടിക്കണ്ടേ? ഇതുപോലത്തെ ഒരു സുവർണാവസരം ഇനി നിങ്ങൾക്കുടെ മുന്നിലുണ്ടോ? ഇല്ല, വരുമായിരിക്കും എന്നല്ല, വരണം. നമ്മുടെ മനസ്സിലെ തീരുമാനങ്ങളാണ് നമ്മൾ നടപ്പാക്കുന്നത്. നമ്മൾ വരുമായിരിക്കും എന്നൊരു തീരുമാനത്തിൽ പോയാൽ പറ്റുമായിരിക്കും എന്നേ ഓർക്കുള്ളൂ. നേരെ തിരിച്ച് ഇത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യം നമുക്കുണ്ടല്ലോ. എല്ലാത്തിനും സപ്പോർട്ടിങ് ആയിട്ട് നമ്മുടെ പേരൻസും ഉണ്ട്. പിന്നെ എന്നാ വേണം, ധൈര്യമായിട്ട് അങ്ങ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദർശിന്റെ വീട് എവിടാ? തേവയ്ക്കൽ. എറണാകുളം അല്ലേ? ഇവിടെ അടുത്തുള്ള ആളാണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് കാണാം ഏതൊക്കെയാലും പരീക്ഷയൊക്കെ കഴിയുമ്പോ കേട്ടോ. ഓക്കെ, നവനീതാണ്. നവനീത് എത്രാം ക്ലാസ്സിൽ നിന്ന് എത്രാം ക്ലാസ്സിലേക്കായിരുന്നു? 7th നിന്ന് 8th. നവനീത്, കൺഗ്രാറ്റ്സ്, ഫുൾ മാർക്ക് തന്നെ കരസ്ഥമാക്കി നിൽക്കുന്നു അല്ലേ? എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞായിരുന്നോ? എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, റെഡിയാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ പരീക്ഷ നാളെ തന്നെ നടത്തിയാലും കുഴപ്പമില്ല. അല്ല, നമുക്ക് ഇനിയും സമയമുണ്ട്. ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാകാനുള്ള ഏരിയ മനസ്സിലാക്കി മുന്നോട്ട് പോണേ. നമ്മളെ കത്ത് നല്ലൊരു സ്കോളർഷിപ്പ് ആയിരിക്കുന്നത്, കരസ്ഥമാക്കണ്ടേ? ഞാനിപ്പോൾ നമ്മൾ സംസാരിച്ച എല്ലാവരോടും ഇതാ പറഞ്ഞേ. അപ്പൊ തന്നെ മനസ്സിലാക്കിയോ കോമ്പറ്റീഷൻ നല്ലതായിരിക്കും കേട്ടോ. പേടിയുണ്ടോ? ടെൻഷൻ ഇല്ല, അതാണ് വേണ്ടത് കേട്ടോ. ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകണം. ഓക്കെ ഓക്കെ. ലിനറ്റ് ബെന്നി. ഹലോ ലിനറ്റ് ബെന്നി, 5ൽ നിന്ന് 6ലേക്ക് അല്ലേ? ആദ്യമായിട്ടാണോ ഇതുപോലത്തെ ഒരു ഒബ്ജക്റ്റീവ് രീതിയിലുള്ള പരീക്ഷ എഴുതുന്നത്? അതെ, എങ്ങനെ ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്തിട്ട്? നല്ലതായിരുന്നു, സന്തോഷമുണ്ട്. എവിടെ ലിനറ്റിന്റെ സ്ഥലം എവിടാ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചാവറ. അപ്പൊ നന്നായിട്ട് റെഡി ആയിട്ടിരുന്നോ? ദേ പാലായില് മുത്തോലി ക്യാമ്പസിൽ വെച്ച് നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. വൈഗ. യെസ്, വൈഗ എത്രാം ക്ലാസ്സിലായിരുന്നു? 6th സ്റ്റാൻഡേർഡിൽ അല്ലേ? ഓക്കെ, അപ്പം ഇനി 6th വരുന്നല്ലേ? ഇനി 7th വരുന്നേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? എല്ലാ മോക്ക് ടെസ്റ്റും എഴുതിയായിരുന്നോ? ഏറ്റവും ഇഷ്ടപ്പെട്ട മോക്ക് ടെസ്റ്റ് ഏതായിരുന്നു? 1, 2, 3? 3. അപ്പൊ നമ്മളെ ഇംപ്രൂവ്മെന്റ് ആണെന്ന് തന്നെ തെളിവ് അല്ലേ? യെസ്. അപ്പൊ ഇനിയും 2 ആഴ്ചകളുണ്ട്, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോണേ. ഓക്കെ. പ്രണവ്. യെസ്, ഒരു നല്ലൊരു ചൂടായിട്ടായിട്ടല്ലേ? എവിടാ പ്രണവിന്റെ സ്ഥലം? എവിടാ? കുറ്റൂർ, തൃശ്ശൂരാ. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല, നമുക്ക് തൃശ്ശൂർ സെന്റർ വെച്ച് കാണേണ്ടി വരുമല്ലോ അല്ലേ? അപ്പൊ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതിക്കോണം. ഇനിയും സമയമുണ്ടോ പഠിക്കാൻ? ഇന്ന് എല്ലാ ദിവസവും നമ്മുടെ ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അതോ വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ? എല്ലാ ദിവസവും വേണം കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? സയൻസിനകത്ത് ഏതാ? കൺഗ്രാറ്റ്സ്. അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോക്കോട്ടെ കേട്ടോ. ഓക്കെ. പ്രണവ്, വീണ്ടും പ്രണവ്. എന്നായിരുന്നു ചോദിച്ചോളൂ. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഷെയർ ചെയ്യാനായിട്ട്. പ്രണവ് എന്ന് പറഞ്ഞ അനുരാഗ് ഉമേഷ് മേനോൻ അവിടെ പഠിച്ച ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന കുട്ടിയുടെ അനിയനാണ്. പ്രണവ് അല്ലേ? മൂത്ത ആള് അനുരാഗ് ഉമേഷ് മേനോന് CET-യില് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് കമ്പ്യൂട്ടർ സയൻസ് അലർട്ടായി.
എന്താണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് എന്താണ് ബ്രില്യന്റിന് അതിന്റെ വലിയൊരു thumbs up ഉണ്ട് സർ. സോ ഐ ജസ്റ്റ് വാണ്ട് ടു convey that so I just wanted my second one also to come and study in Brilliant Pala. So I would request you to we want offline classes in Palakkad since we are from Palakkad. So I request you to ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പാലക്കാടും കണ്ണൂരും ഞങ്ങളൊരു ഓഫ്ലൈൻ ക്യാമ്പസ് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. സോ അതിനു വേണ്ടിയാണ്. സോ എന്താണ് ഞങ്ങൾക്ക് അനുരാഗിന്റെ സമയത്ത് we were not aware that we had such an option. Okay. So since we have now we are aware, so we want to have an offline class which is more effective. Okay. ഓൺലൈൻ ക്ലാസ് ആണ് അനുരാഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാപ്സിൽ ജെയിംസ് സാറിന്റെ അണ്ടറിൽ. ഓക്കെ ഓക്കെ. ഞാൻ ക്ലാസ് ടീച്ചർ ആരാന്ന് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തോ? ജെയിംസ് സാറിന്റെ അണ്ടറിൽ. തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷം ഞാൻ ജെയിംസ് സാറിനോട് ഞാൻ ഷെയർ ചെയ്തോളാം. ഞങ്ങൾക്ക് ബ്രില്യന്റ് പാലയിൽ നിന്ന് വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു, വളരെ നന്ദി. ഇഷാൻ രാഘവ്. യെസ്, ഇഷാൻ രാഘവ്. ഇഷാന്റെ സ്ഥലം എവിടായിരുന്നു? കണ്ണൂര്. അപ്പം നമുക്ക് കണ്ണൂർ ടൗൺ സെന്റ് തെരേസ സ്കൂൾ അടുത്താണോ? അതെ. അപ്പം നന്നായിട്ട് റെഡി ആയിക്കോ. നമ്മളെ കാത്തൊരു വലിയൊരു എന്നാ പറയുന്നത് സ്കോളർഷിപ്പ് നമ്മളെ കാത്ത് അവിടെ ഇരിപ്പുണ്ട്. പോയി എടുത്തോണം. എന്നാ 23-ാം തീയതി കേട്ടോ? ഓക്കെ. കരോളിൻ കേൾക്കാൻ പറഞ്ഞോളൂ. മുമ്പേ നമ്മൾ വിളിച്ചിരുന്നു. ഹലോ കരോളിൻ സാറാ ഷൈൻ അല്ലേ? യെസ്. കരോളിന്റെ സ്ഥലം എവിടാ? പേരൂര്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ മുന്നോട്ട് പൊക്കോണം കേട്ടോ. ഇപ്പം നല്ല പൊസിഷനിലാണ്. കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാനുണ്ടേ. ചെറിയ ഓരോ പരീക്ഷ കഴിയുമ്പോഴും നമ്മളെ ഒരു ഇവാലുവേഷൻ നടത്തുക ചെയ്യുന്നത്. അതിനാണ് നമുക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ഹലോ, നിരഞ്ജനയാണ്. ഓക്കെ. അപ്പൊ നിരഞ്ജന പിള്ളയാണോ? 6th നിന്ന് 7th നല്ല പൊസിഷൻ തന്നെയല്ല നിൽക്കുന്നേ? മതി, അത് മതി. നമുക്ക് ഓരോ തവണയും ചെറിയ നെഗറ്റീവുകളൊക്കെ ഉണ്ടാകും. അത് നമുക്കൊരു ഇവാലുവേഷൻ നടത്തുന്നത് കേട്ടോ. ഇപ്പം ഇത്രയും ഇവാലുവേഷൻ നടത്തിയില്ലേ? അപ്പം ഇനി ആ ഒരു ചെറിയ തെറ്റുകളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി ഒറിജിനൽ എക്സാമിൽ നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ടെസ്റ്റാണ് നടത്തുന്നത്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഓഫ്ലൈൻ എഴുതുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഓൾറെഡി പരീക്ഷയൊക്കെ എഴുതിയതാണ്. എന്നിരുന്നാലും നമ്മുടെ ആ എന്താ പറയുക OMR നിങ്ങൾക്ക് അവൈലബിൾ ആവും. നിങ്ങൾക്ക് എത്ര പ്രിൻ്റ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു 2 മണിക്കൂർ വെച്ച് പരീക്ഷ എഴുതുക. അപ്പോൾ 5ൽ നിന്ന് 6ലേക്ക് വരുന്നവർക്ക് നമുക്ക് എത്രയാ 1.5 മണിക്കൂർ എക്സാം ഉള്ളൂ. ബാക്കി എല്ലാവർക്കും 2 മണിക്കൂർ കേട്ടോ. അപ്പോൾ ചെറിയ തെറ്റുകൾ ഉണ്ടാകും. അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ. ഫിദിൻ ഫിറോസ്. യെസ്. ഫിദിന്റെ സ്ഥലം എവിടാ? കണ്ണൂര്. എല്ലാം റെഡിയായോ? 8ൽ നിന്ന് 9ലേക്ക് ആദ്യമായിട്ടോ 8ൽ നിന്ന് 9ലേക്കുള്ള ഒരാളെ നമുക്ക് സംസാരിക്കാൻ കിട്ടിയ ഫിദിനെ അല്ലേ? യെസ്. ഇപ്പം നന്നായിട്ട് ഇച്ചിരി ടഫായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരി ടഫ് ആവണം അല്ലേ? ഇച്ചിരി ടഫ് ആയിരിക്കണം. കാരണം ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയിലാണെങ്കിലും അതിൽ ഒരു മിനിമം ഒരു 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച്, അതായത് ടോപ്പേഴ്സ് ഡിസൈഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ ഉണ്ടാവും കേട്ടോ. അത് ഏതൊരു പരീക്ഷയിലും ഉണ്ടാവും. അത് സോൾവ് ചെയ്യാൻ പറ്റുന്നവരാണ് ടോപ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. കണ്ണൂര് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കണ്ണൂർ ഓഫ്ലൈൻ സെന്റർ ഞങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് നെക്സ്റ്റ് ഇയർ നമ്മൾ ആയിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ഇയർ വരുന്നത് ഏറ്റവും പുതിയ സെന്റർ നമുക്ക് കൊല്ലത്താണ്. കൊല്ലം ക്യാമ്പസ്, ബ്രില്യന്റിന്റെ ക്യാമ്പസ് തന്നെയാണ്. ഓക്കെ. ജീന ജോർജ്. എന്തായിരുന്നു? ഇപ്പം കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകളുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണോ? അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ പ്രൊഫൈലിൽ കയറിയാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എക്സാം എഴുതി അതേ സൈറ്റിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവും. ഓക്കെ, ശരി. അത് ഡൗൺലോഡ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ OMR
ഹോൾ ടിക്കറ്റ് അനൗൺസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ OMR കോപ്പിയും കിട്ടും. അപ്പോൾ ചുമ്മാ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ശരി ശരി. ഓക്കെ ഓക്കെ. നമ്മുടെ ടോപ്പേഴ്സുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കോഴ്സിനെ പറ്റിയോ സെൻറ്ററുകളെ പറ്റിയോ എന്തെങ്കിലും സംശയമുള്ളവർക്ക് റൈസ് ഹാൻഡ് എടുക്കുക. നമുക്കിനി ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അൽത്താഫ് അൻസാരി, പറയൂ. അടുത്ത മോക്ക് ടെസ്റ്റ് മിക്കവാറും ഒന്നെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിട്ട് അറേഞ്ച് ചെയ്യും കേട്ടോ. ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. ഓക്കെ. മെർഹ പറയൂ. എന്റെ മോൾ അവിടെ ഇപ്പം ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട് 8th സ്റ്റാൻഡേർഡില്. അപ്പം ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്നാണ്. ഇപ്പൊ മോൻ കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റ് എഴുതിയായിരുന്നു. അപ്പം നമുക്ക് പത്തനംതിട്ടയിലൊരു ഓഫ്ലൈൻ സെന്റർ അലോട്ട് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? വേറെയും കുട്ടികളുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ഞങ്ങൾ അതെല്ലാം ശ്രമിക്കുന്നുണ്ട് കേട്ടല്ലോ. പെട്ടെന്ന് നമ്മളാവത്തില്ല, പക്ഷെ ഉണ്ടാകും ഉറപ്പായും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കണ്ണൂർ, പാലക്കാട്, പത്തനംതിട്ടയൊക്കെ ഞങ്ങൾ സെന്റർ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പത്തനംതിട്ട ഇപ്പം എനിക്ക് തോന്നുന്നു. പത്തനംതിട്ട എവിടാ പ്രോപ്പർ സ്ഥലം എവിടാ? ഞങ്ങൾ അടൂരാണ്. ഹോളി ഏഞ്ചൽസ് ആണ് ഞങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത്. അതെ അല്ലേ? ഓക്കെ. അപ്പൊ പത്തനംതിട്ട ഒരു സെന്റർ ഇരിക്കുന്ന സ്ഥലം അല്ലെ. പിന്നെ കൊല്ലവും ചങ്ങനാശ്ശേരിയാണ്. അത് ഡിസ്റ്റൻസ് ആണ് ഓഫ്ലൈൻ. ഇപ്പൊ ഓൺലൈനേക്കാളും ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ട് മനസ്സിലാവുന്നത് ഓൺലൈനേക്കാളും എപ്പോഴും ഓഫ്ലൈൻ തന്നെയാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എന്റെ ഒരു ഒരു അഭിപ്രായം, അനുമാനം. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ പത്തനംതിട്ടക്കാർക്ക് രണ്ടിടത്തോട്ടും പോകാനുള്ള ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. ചങ്ങനാശ്ശേരി ആണെങ്കിലും കൊല്ലം ആണെങ്കിലും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും അടൂരാകുമ്പോഴേ. ശ്രമിക്കാം കേട്ടോ. ആശ പറയൂ. സ്ക്രീൻ ടെസ്റ്റ് അല്ല, ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഒരു ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. മിക്കവാറും നവംബർ ലാസ്റ്റ് ഓടുകൂടിയായിരിക്കും ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് വരിക. പക്ഷേ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന ആ ഒരു സ്കോളർഷിപ്പ് കാണില്ല, ജസ്റ്റ് സെലക്ഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നീട് അടുത്ത ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് വരുന്നത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി മാസമായിരിക്കും. ഡേറ്റ് തീരുമാനമായിട്ടില്ല കേട്ടോ. ഫെബി, ഫസ്റ്റ് ഓൺലൈൻ എക്സാം കഴിഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാൻ മാർക്കുണ്ടോ എന്ന് അറിയാൻ. തീർച്ചയായിട്ടും നമുക്കിപ്പം അടുത്ത ആഴ്ചത്തെ ഒരു മോക്ക് ടെസ്റ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ ഇപ്പോൾ നടന്ന 4 മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് ഒരു 23-നാണ് നമ്മുടെ പരീക്ഷ. 20 തൊട്ട് നിങ്ങൾക്ക് ഈ 4 മോക്ക് ടെസ്റ്റും എപ്പോൾ വേണേലും എഴുതാവുന്ന രീതിയിൽ ഓപ്പൺ ആയിരിക്കും. അൻവിത പറയൂ. സോറി സാർ, തിരുവനന്തപുരത്തുള്ള പരുത്തിപ്പാറ സെന്ററിലെ എക്സാം എഴുതാൻ കാണോ? നമുക്ക് തിരുവനന്തപുരത്ത് ഇപ്പം പരുത്തിപ്പാറ സെന്ററിന് ഇല്ല. നമ്മുടെ നാലാഞ്ചിറ സർവോദയയിലാണ് നമ്മൾ എക്സാം സെന്റർ അനൗൺസ് ചെയ്തേക്കുന്നത് കേട്ടോ. ക്ലാസ് നമുക്ക് പരുത്തിപ്പാറയിൽ ഉണ്ടാകും കേട്ടോ. ഓക്കെ. തൃഷ ഹലോ. പറയൂ. സാർ, എക്സാമിൽ തെറ്റിയത് നമുക്ക് കാണാൻ കഴിയുമോ? റിവ്യൂ റിസൾട്ട് എടുത്താൽ മതി. അതായത് നമ്മുടെ ഓൺലൈൻ പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. അതിൽ എടുത്തു കഴിയുമ്പോൾ കറക്റ്റ് ഏതാണ് ഇൻകറക്റ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് കാണിക്കും. ഓക്കെ. ഏഞ്ചലീന സാറേ പറയൂ. സാറേ പറയൂ. ഈ ക്ലാസ്സുകളില്ലേ, ഈ ഓൺലൈൻ ക്ലാസ്സുകൾ, അത് ലൈവ് ക്ലാസ്സുകളായിരിക്കും അതോ റെക്കോർഡഡ് ആയിരിക്കും? ഡൗട്ട് ക്ലിയറൻസ് ആയിരിക്കും നമുക്ക് ലൈവായിട്ട് അറേഞ്ച്മെന്റ് വരിക. ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിരിക്കും. കാരണം പല സ്കൂളിലെ പിള്ളേരാണല്ലോ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ലൈവ് നോർമലി ഒരു 5 മണിക്ക് ശേഷം, ഈവനിങ് ഒരു 5 മണിക്ക് ശേഷം മിക്കവാറും. ഇപ്പം നമുക്ക് ഇപ്പം പോകുന്ന കോഴ്സിന് ഒരു 6 തൊട്ട് 7 മണി വരെ, 6 തൊട്ട് 7 വരെയാണേ. അതെ, നമുക്കറിയാലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പരമാവധി 6 മണിക്ക് ശേഷം അറേഞ്ച് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഓക്കെ. പിന്നെ തീർച്ചയായിട്ടും കേട്ടോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടികൾക്ക് തന്നെയാണ്. ഓക്കെ സാർ. സുരേഷ് പി കെ പറയൂ.
സാർ ഞാൻ ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ മോക്ക് ടെസ്റ്റ് ഒന്നും എഴുതിയില്ലായിരുന്നു. കുഴപ്പമില്ല മോളെ, നമുക്ക് അടുത്ത ആഴ്ച ഇനിയും മോക്ക് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വീണ്ടും നിങ്ങൾക്ക് 4 മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞ 4 മോക്ക് ടെസ്റ്റും തന്നെ വീണ്ടും അവൈലബിൾ ആകുമേ. ഓക്കെ. നിരുപമ സാറേ പറയൂ. പറയൂ സാറേ. സാറേ ഞങ്ങൾ വയനാട്ടിലാണ്. അപ്പൊ വയനാട് ജില്ലയില് ഇതിന് സെന്റർ ഞാൻ ലിസ്റ്റിൽ നോക്കിയിട്ട് ഇല്ല. വയനാട് സെൻറ്റർ എന്ന് വെച്ചാൽ നമുക്ക് 10-ൽ താഴെ ആൾക്കാർ മാത്രമാണ് അവിടെ ആപ്ലിക്കേഷൻ തന്നിരുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ കോഴിക്കോടുണ്ട്. അപ്പോൾ സാറിനെ ഇവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്ത് കാണുമല്ലോ. ഞാൻ വിളിച്ചിരുന്നു. ഞാൻ അവിടെ ഓഫീസിൽ ഒരിക്കൽ വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കുമല്ലേ പിന്നീട്? സോറി. എനിക്ക് മനസ്സിലായി. ഞാൻ ഓർത്ത ടെസ്റ്റ് സെന്ററിന്റെ കാര്യം ഉദ്ദേശിച്ച്. ക്ലാസ് സെന്റർ കോഴിക്കോട് മാത്രമേ ഉള്ളൂ കേട്ടോ. സാറിന് സെന്ററും അവിടെയാണ് വരിക. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഇത് അറിയാലോ. ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾ അവിടെ ആരും അൺമ്യൂട്ട് ചെയ്യേണ്ട. യെസ് വേദാന്ത് പറയൂ. Language no in exam or class medium? Class and exam both. Exams completely in English medium. Class more than in English. Then the explanation in Malayalam. Okay sir. Okay. Anish Kumar GS. 5-6-7 ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ? ഒരിക്കലും അല്ല. നമ്മൾ 5 സിലബസ് അല്ലേ കണ്ടേ. കോഴ്സിന്റെ പേര് നമ്മൾ 5-6 ഫൗണ്ടേഷൻ എന്ന് പറയുന്നു കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന സിലബസിനകത്തുനിന്നേ ചോദിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷ നടക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ ആ സിലബസിൽ തന്നെ ഉണ്ടാകും. പിന്നെ കുറച്ചൊരു റാങ്ക് ഡിറ്റർമിനേഷൻ ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടാകും. അല്ല, ഞാൻ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചപ്പം കെമിസ്ട്രിയിലും ഫിസിക്സിലും എല്ലാം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു എന്താ പറയുന്നത് റാങ്ക് ഡിറ്റർമിനേഷൻ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ. എനിക്കൊരു സംശയം, അത് കാരണം ചോദിച്ചതാണ്. അതൊന്നും ഇവര് പഠിച്ചിട്ടില്ല, അത് കാരണം ചോദിച്ചതാണ്. ആയിക്കോട്ടെ. പരമാവധി സിലബസിൽ തന്നെ ആയിരിക്കും കേട്ടോ. NCERT ഓറിയന്റഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ. പറയൂ. എനിക്ക് മോക്ക് ടെസ്റ്റിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിയത്. ഞാൻ വെബ്സൈറ്റില് ആൻസർ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഡിഫറെന്റ് ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. അപ്പൊ അങ്ങനത്തെ ഡൗട്ട് ആരോടാണ് ചോദിക്കണ്ടേ? ഡൗട്ട് നമുക്കിപ്പം നമ്മളെ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ കിട്ടും. നമ്മൾ ശരിക്കും ഒരു ആൻസർ ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഗൂഗിളിൽ നോക്കി ആൻസർ നിങ്ങൾ മനസ്സിലാക്കരുത്, പ്രത്യേകിച്ച് സയൻസിനെ ബേസ് ചെയ്ത്. കാരണം സയൻസ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, എന്നിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ടീച്ചേഴ്സിനോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. ഗൂഗിളിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഹയറിലും ഉണ്ട് ലോവറും ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ പലരും പല ആൻസർ കൊടുക്കുന്നവരാണ്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ ഒരിക്കലും അതാണ് ആൻസർ എന്ന് വിശ്വസിക്കരുത് കേട്ടോ. നമ്മൾ എന്ത് ക്ലാരിഫിക്കേഷനാണ് അത് ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ശിവാനി. സർ, ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ്. ഞാൻ ശിവാനിയുടെ അമ്മയായിരുന്നു. എൻ്റെ പേര് സ്മിത. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഇന്നലെ അറ്റൻഡ് ചെയ്തത്. അപ്പൊ ഇനിയിപ്പോ നമുക്കിനി എപ്പോഴായിരിക്കും മോക്ക് ടെസ്റ്റ്? ഒരു 15 ഞാൻ പറയാം. നമുക്ക് അടുത്ത സൺഡേയിൽ ഒരു മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആകും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 15-16 കൂടി നമുക്ക് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആകും. അപ്പം 20-ാം തീയതി തൊട്ട് ഇതുവരെ നടന്ന എല്ലാ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആകും. സൈറ്റിൽ തന്നെ അവൈലബിൾ ആകും. അതെ, ശരിക്കും പറഞ്ഞാൽ ഓരോ പരീക്ഷ കഴിഞ്ഞിട്ട് ആ പരീക്ഷയിൽ ഓരോ കുട്ടികൾ അപ്പിയർ ചെയ്യുന്നതിൻ്റെ ബേസിലാണ് നമുക്ക് കട്ട് ഓഫ് തീരുമാനം കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നമുക്ക് കട്ട് ഓഫ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഏതൊരു പരീക്ഷ, ഇപ്പോൾ JEE ആണെങ്കിലും നീറ്റ് ആണെങ്കിലും ഏതൊരു പരീക്ഷയാണെങ്കിലും എക്സാം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കട്ട് ഓഫ് തീരുമാനിക്കുന്നത് കേട്ടോ. ഹലോ സർ. പറയൂ. തോമസ് ആണ്. തോമസ് പറയൂ. നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ brilliantpala.org എന്ന് പറയുന്ന സൈറ്റിൽ കയറുക. അതിൽ നമുക്ക് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടേ. ഇതുണ്ടോ സ്ക്രീനിങ് ടെസ്റ്റ്? ഇതിവിടെ കണ്ടോ? ഹലോ,
സ്ക്രീനിങ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് സ്ക്രീനിങ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2 സ്ക്രീനിങ് ടെസ്റ്റ് കാണിക്കും. ഒന്ന് IIT-AIIMS സ്ക്രീനിങ് ടെസ്റ്റ്, അത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയാണ്. മറ്റേത് ഫൗണ്ടേഷൻ ഓർ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ കയറുന്നത് ഇതുണ്ടോ, കോഴ്സ് ബ്രോഷർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, രജിസ്റ്ററിനൊപ്പം കോഴ്സ് ബ്രോഷർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ആ ബ്രോഷർ ഡൗൺലോഡ് ചെയ്യുക. ഈ ബ്രോഷറിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പേജ്, ഏറ്റവും അവസാനത്തെ പേജിൽ നമുക്ക് സിലബസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടോ, ഇതാണ് സിലബസ്, ഏറ്റവും ലാസ്റ്റ് പേജ് കേട്ടോ. ഓക്കെ, ബാല. സാർ പിന്നെ കൊല്ലത്ത് പറയൂ. കൊല്ലത്ത് എവിടെയാ കൊല്ല- ഓഫ്ലൈൻ ആയിട്ട്? നമുക്ക് എക്സാം സെൻറ്റർ വരുന്നത് കൊല്ലത്തെ യൂനെസ് കോളേജിന് അകത്തുള്ള ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസ് ഉണ്ട്. യൂനെസ് കോളേജ് എന്ന് പറയുന്നൊരു കോളേജ് ഉണ്ടല്ലോ പള്ളിമുക്കിൽ, അവിടെ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസ് ഉണ്ട്. അവിടെയാണ് ഓഫ്ലൈൻ ക്ലാസ്സുകളും വരുന്നത്. എക്സാം സെൻറ്ററും അവിടെ ആയിരിക്കും വരിക കേട്ടോ. അപ്പം ഫീസ് എങ്ങനെയാണ്? ഫീസ് നമ്മുടെ ഈ ബ്രോഷറിനകത്ത് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് അനുസരിച്ച് സ്കോളർഷിപ്പ് ഈ ഫീസിൽ നിന്ന് കുറയ്ക്കുമായിരിക്കും ചെയ്യുക കേട്ടോ. ഹാനിയ. ഹലോ, ഞാൻ ഹാനിയുടെ മദറാണ്. പറയൂ. 23rd സ്ക്രീനിങ് ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അതെല്ലോ. ഞങ്ങൾക്ക് ഇവിടെ മലപ്പുറം സെൻട്രൽ സൗഹൃദ ആർട്ട് ഫെസ്റ്റ് ഉണ്ട് 23rd സോൺ ലെവലില്. ആഫ്റ്റർനൂൺ ഡെഫിനറ്റ്ലി അത് കോയിൻസൈഡ് ചെയ്യും. കുട്ടികൾക്കൊക്കെ പാർട്ടിസിപ്പേഷൻ ഉള്ളതാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അത് നമ്മള് വെർച്വൽ അല്ല, ഇൻ പ്രസൻസ് തന്നെ വേണം അല്ലേ? ഇൻ പ്രസൻസ് വേണം. അതുകൊണ്ട് നമുക്കിനിപ്പോൾ അടുത്ത ടെസ്റ്റ് അവൈലബിൾ ആകാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ, അല്ലല്ല, നവംബറിലാണ് ഓൺലൈൻ ടെസ്റ്റ് വരുന്നത്. അതിൽ നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവില്ല. പക്ഷേ ഡിസംബർ ജനുവരിയിൽ ഒരു ടെസ്റ്റ് ഉണ്ടാവും, അത് ഓഫ്ലൈൻ ആയിരിക്കും കേട്ടോ. അത് അത്രയും ഇതാവും അല്ലേ? പിന്നെ നമുക്ക് ക്വാളിഫൈ ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് മേ ബി വി ഹാവ് ടു വെയിറ്റ് ഫോർ ഡിസംബർ അല്ലേ? യെസ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ എക്സാം ടൈം നോർമലി ഒരു 2 to 4 ആകാനാണ് ചാൻസ്. വിഷ്ണുപ്രിയ. സാർ, എറണാകുളത്ത് സ്ക്രീനിങ് ടെസ്റ്റിന്റെ ഇത് തേവരയിലാണോ? എറണാകുളത്ത് നമുക്ക് കാക്കനാട് മേരിമാത സ്കൂളിന് സമീപമുണ്ട്, തേവരയിലുണ്ട്, പിന്നെ KMM-ലും ഉണ്ട് കേട്ടോ. പിന്നെ പഠിക്കുന്നതും തേവരയിലായിരിക്കും, തേവര ക്യാമ്പസ് ആയിരിക്കും. ഓക്കെ സാർ, താങ്ക്സ്. ശ്രേയ. ഹലോ സാർ. പറയൂ. സാർ, സ്ക്രീനിങ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ വല്ല ഗൈഡും ഉണ്ടായിരുന്നോ? നമുക്ക് NCERT പ്രിപ്പയർ ചെയ്താൽ മതി. കാരണം കുട്ടികൾ ആ NCERT ബേസ് ചെയ്ത് കയറി വന്നാലേ നമുക്ക് മുന്നോട്ട് പോകുന്ന ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിൽ അവർക്ക് ടോപ്പ് ആവാൻ പറ്റുള്ളൂ. ഏതൊരു ഗൈഡാണേലും അവരുടെ ബേസ് എന്ന് പറയുന്നത് NCERT. നമുക്ക് NCERT തന്നെ ബേസ് ആക്കി നമുക്കങ്ങ് തുടങ്ങാം. ഗീതാഞ്ജലി വി. പറയൂ. സാർ, നമുക്ക് ഈ കഴിഞ്ഞ 3 മോക്ക് ടെസ്റ്റിന്റെ ആൻസർ കീ കിട്ടാൻ വഴിയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ലാസ്റ്റത്തെ ഹോൾ ടിക്കറ്റിന് ശേഷമായിരിക്കും അതിന്റെ ആൻസർ കീ കാര്യങ്ങൾ ഫുൾ PDF തന്നെ അവൈലബിൾ ആകും കേട്ടോ. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ സാർ, ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ എത്ര റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ഇവർക്ക് സെലക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനെപ്പറ്റി തീരുമാനിക്കുക. അപ്പം എക്സാം കഴിഞ്ഞിട്ടാണ് കട്ട് ഓഫ് തീരുമാനിക്കുക കേട്ടോ. ഓക്കെ. നന്ദിത. പറയൂ. സാർ, അടുത്ത മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനത്തെ ഒരു റാങ്ക് അനലൈസ് പോലത്തെ ഒരു മീറ്റിംഗ് ഉണ്ടാകും. അതിനോടൊപ്പം നമ്മുടെ ഈ ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പറയാൻ വേണ്ടി ഒരു മീറ്റിംഗ് ഉണ്ടാവും. റോസ്മേരി. ഹലോ സാർ. പറയൂ. 9th നിന്ന് 10th പോകുക. അപ്പൊ ഈ സ്ക്രീനിങ് ടെസ്റ്റിന് പഠിക്കാൻ NCERT ബുക്ക് മാത്രം റെഫർ ചെയ്താൽ മതി, അതോ വേറെ ബുക്സും റെഫർ ചെയ്യണം? പരമാവധി NCERT റെഫർ ചെയ്യുക. NCERT റെഫർ ചെയ്ത് തീർന്നെങ്കിൽ മാത്രം വേറെ ബുക്കിലേക്ക് പോവാം. അതേപോലെ ഫിസിക്സിന്റെ ന്യൂമറിക്കൽസോ? അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ നമുക്ക് അത്യാവശ്യം റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്കുകളുണ്ടല്ലോ. ബിക്കോസ് ഈ മോക്ക് ടെസ്റ്റില് ചില ക്വസ്റ്റ്യൻസ് എല്ലാം NCERT ബേസ്ഡ് അല്ലാതെ വരും. അല്ലാതെ ഞാൻ പറഞ്ഞ റാങ്ക് ഡിറ്റർമിനേഷൻ ക്വസ്റ്റ്യൻ ഉറപ്പായും ഏതൊരു പരീക്ഷയ്ക്കും ഉണ്ടാവും. ജുവൽ മരിയ. ഹലോ സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. പറയൂ.
സാർ നമുക്കാണെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റിന്റെ റിസൾട്ട്സ് നമുക്ക് എന്നാ വരുന്നേ? സ്ക്രീൻ ടെസ്റ്റിന്റെ റിസൾട്ട് മിക്കവാറും ആ ആഴ്ചയിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഓൺലൈൻ ആയിട്ട് എക്സാം എഴുതി നമുക്ക് ഇതേപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് തന്നെ കിട്ടുമോ? ഏതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ്? നമുക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ കയറാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഓൺലൈൻ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടില്ല. ചാൻസ് ഇല്ല. ഇല്ല. താങ്ക് യു സർ. വേണു പറയൂ സാറേ. സാർ, ഞാൻ എന്റെ മോന്റെ വേണ്ടിയാണ്. അവനിപ്പോ എത്തിക്കഴിഞ്ഞ് 9 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയൂ. അപ്പൊ അവൻ ഈ 4 മോക്ക് ടെസ്റ്റ് നടന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ കഴിയുക? ഇതുവരെ ഇന്നത്തെ എഴുതിയായിരുന്നോ? ഇന്നലത്തെ? ഇല്ല, അത് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലല്ലോ. എങ്ങനെയാ നോട്ടിഫിക്കേഷൻ കിട്ടുക? നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയാണ്. നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മീറ്റിംഗ് വന്ന ഗ്രൂപ്പിൽ തന്നെ നമ്മൾ അതിന്റെ റിമൈൻഡർ ഇട്ടിരുന്നു. സാരമില്ല, നമുക്കൊരു 20-ാം തീയതിക്ക് ശേഷം സാറിന് ഈ മോക്ക് ടെസ്റ്റുകളെല്ലാം വീണ്ടും എഴുതാവുന്നതാണ്. 22-ാം തീയതി വരെ. അപ്പം നമ്മുടെ പേരൊന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാവോ? അപ്പം ഈ മീറ്റിംഗ് ലിങ്ക് സാറിന് എവിടുന്നാ കിട്ടിയേ? ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ. മീറ്റിംഗ് ലിങ്ക് കിട്ടിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ആ ഗ്രൂപ്പിലാണ് ഞങ്ങൾ നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ ലിങ്കും തന്നിരുന്നത് കേട്ടോ. സിറാജ് വേണ്ട, മൈക്ക് പറയാൻ സംസാരിച്ചോളൂ. നമ്മുടെ നവംബറിലെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടി വരും. രണ്ടാമത് രജിസ്റ്റർ ചെയ്യേണ്ട. ഇതേ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്യും എന്നാണ് അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന്. റിസൾട്ട് അനാലിസിസിൽ തന്നെ ഞങ്ങൾ പറയും കേട്ടോ. അഭിനവ് പറയൂ. സിലബസ് ഒന്നും കൂടി കാണിക്കാവോ? 8th നിന്ന് 9th അതെ സർ. ഇത് മെഷർമെന്റ്, മോഷൻ ആൻഡ് ടൈം, ഹീറ്റ്, സൗണ്ട്, ഇലക്ട്രിക്കൽ എഫക്ട്, അതൊക്കെ കേട്ടോ. അനക, നന്ദ പറയൂ. ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ സെന്റർ കൊടുത്തില്ലായിരുന്നു. പെരിന്തൽമണ്ണയ്ക്ക് അവിടെ വരാൻ ചാൻസ് ഇല്ല. നമ്മളവിടെ നിയറസ്റ്റ് സെന്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. പാലക്കാടാണ്. എവിടെ വരാൻ എളുപ്പം? മലപ്പുറം ഡിസ്ട്രിക്ട്. മലപ്പുറത്ത് നമുക്ക് കോട്ടക്കല്. കൃഷ്ണേന്ദു ഹലോ പറയൂ. ഈ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുന്നത് ഏപ്രിൽ മാസമായിരിക്കും. എന്ന് വെച്ചാൽ 2023 ഏപ്രിൽ മാസം. ഓക്കെ. അടുത്തതിൽ എഴുതി കയറാം. അവിനാശ് ഹലോ സാർ. പറയൂ. ആലപ്പുഴയിൽ എവിടെയാണ്? ആലപ്പുഴയിലെ നമുക്ക് SDV ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കേട്ടോ. ബിഷപ്പ്മോറില്ല, SDV ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ആണ്. ശാസ്താംവാട്, ആലപ്പുഴ. നമ്മുടെ ടൗണിലിരിക്കുന്ന സ്കൂൾ തന്നെ കേട്ടോ. പൃഥ്വിൽ ഹലോ സാറേ പറയൂ. പറയൂ. ഇത് പിന്നെ എനിക്കൊരു ഡൗട്ട്. ഇപ്പൊ 9th ഇനിയിപ്പം 8th 9th അപ്പൊ ഇന്റഗ്രേറ്റഡ് ആണെന്ന് സാറ് അനൗൺസ് ചെയ്തേക്കുന്നത്. അതെ. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടപ്പോ നമ്മള് കണ്ടിന്യൂസ് അല്ലേ സാറേ? പിന്നെ നമ്മുടെ യൂണിവേഴ്സ് ക്യാമ്പസില് തന്നെ എങ്ങനെയാ അതിന്റെ ക്ലാസ്? അതായത് ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്ലാസ് എടുക്കുന്ന ടോപ്പിക്കുകൾ സ്കൂൾ സിലബസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് +1 +2 ലെവലിലുള്ള ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പം 9ാം ക്ലാസ് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ കയറുന്ന ഒരാൾ 10ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ പ്രൊമോഷൻ ടെസ്റ്റ് നടത്തും. അതിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ അയാൾക്ക് 10ാം ക്ലാസ് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ +1 പോകുമ്പോൾ, ഇപ്പോൾ കൊല്ലത്താണെങ്കിൽ നമുക്ക് പറയാം അവിടെ SN ഉണ്ട്. അപ്പം SN പോകണമെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. IIT AIMS സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാകും. ആ ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്കൂൾ എടുക്കാൻ പറ്റും.
ഇനി ഇൻ്റഗ്രേറ്റഡ് ബാച്ച് കിട്ടിയ ഒരാൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ ബാച്ചുള്ള സ്കൂളിലാണ് അഡ്മിഷൻ വേണമെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് എഴുതിയില്ലെങ്കിലും ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും. ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും. അല്ല അപ്പൊ ഞാൻ ഇന്റഗ്രേറ്റഡ് ഞാൻ കൺസെപ്റ്റ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് +1 +2 വരുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണ് പോകുന്നത്. SN-ലുണ്ട് സാറേ. സായി കിരൺ. ഹലോ സർ. പറയൂ സർ. വടകര എവിടെയാണ് സെന്റർ വരുന്നത് സ്ക്രീനിങ് ടെസ്റ്റിന്? വടകരയിൽ നമുക്ക് BEM ഹയർ സെക്കൻഡറി സ്കൂൾ, ഓക്കെ സർ. പുതിയ ആപ്പ്. അമീഷ. ഹലോ. ഹലോ. സാറേ ഒരു ഡൗട്ട്. ഇപ്പം ഒക്ടോബറിൽ ഇപ്പൊ നടക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നവംബറിൽ ഒരു ടെസ്റ്റ് ഇപ്പൊ ഇൻ കേസ് നമ്മള് ഇതായില്ല എന്നുണ്ടെങ്കിൽ നവംബറിലെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാല്ലേ? നവംബറിലെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതിൽ സ്കോളർഷിപ്പ് ഉണ്ടാകില്ല കേട്ടോ. ഉണ്ടാകില്ല. അത് ഓഫ്ലൈൻ ഇല്ല അല്ലേ? അത് ഓൺലൈൻ ആയിരിക്കും. പിന്നെ ഡിസംബർ ഓർ ജനുവരിയിലായിരിക്കും ഓഫ്ലൈൻ മോഡ് വരിക കേട്ടോ. ഓഫ്ലൈൻ മോഡ്. അപ്പൊ അതിന് സ്കോളർഷിപ്പ് ഉണ്ടാവും. അതിന് സ്കോളർഷിപ്പ് ഉണ്ടാവും. നിവേദിത പറയൂ. ഹലോ, നിവേദിത അമ്മയാണേ. പറയൂ. ഇവിടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ് ഓപ്ഷൻ കൊടുത്തായിരുന്നു. ഇപ്പൊ സാർ പറഞ്ഞതിന് 4-5 മാത്രമേ പറഞ്ഞുള്ളൂ. 4-5 സെന്റർ അലോട്ട് വന്നേക്കുന്നത്. നെയ്യാറ്റിൻകര നമുക്ക് സെന്റർ കിട്ടിയിട്ടില്ല. വരാൻ സാധ്യതയുണ്ടോ? വരാൻ ചാൻസ് കുറവാണ്. 99% ചാൻസ് കുറവാണ്. 4-5 ആയിരിക്കും വരിക കേട്ടോ. ഉച്ച കഴിഞ്ഞ് 2 തൊട്ട് 4 മണി വരെ. ശരി ശരി. മാളവിക. ഹലോ. ഹലോ. സാർ കേൾക്കുന്നുണ്ടോ? പറയൂ സാറേ. ഗുഡ് ഈവനിങ്. സാർ ഞാൻ ഒരു ചെറിയ ഡൗട്ട്. ഇപ്പം കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് 9th ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എക്സാമിനകത്ത് വരുന്ന 9th ഇപ്പൊ ഏകദേശം പകുതി ആയിട്ടുള്ളല്ലോ. അപ്പൊ ഇനിയും ബാക്കി കിടക്കുന്ന ആ സിലബസിനകത്തൊന്നും വരുമോന്നാ ചോദിക്കുന്നത്? ഇല്ല, നമ്മളിവിടെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിക്സ് ഓഫ് ക്ലാസ് സ്റ്റഡിങ് ഇൻ 9 എന്ന് പറയുന്നത് ടോപ്പിക്സ് ഓഫ് ക്ലാസ് 8ഉം ദെൻ 9th കുറച്ച് പോർഷനേ ഉള്ളൂ കേട്ടോ. 9th കുറച്ച് പോർഷൻ വരുത്തുള്ളൂ. ശരി, താങ്ക് യു. ശ്രീരാഗസ്. പറയൂ. ചോദിച്ചോളൂ. ഇപ്പൊ ഈ മോക്ക് ടെസ്റ്റ് 4ാമത്തേത് വരുമ്പോഴേ അപ്പൊ സർവോദയയിലെ അല്ലേ? മോക്ക് ടെസ്റ്റ് നമുക്ക് ഓൺലൈൻ അല്ലേ? ഒറിജിനൽ സ്ക്രീനിങ് ടെസ്റ്റ് അല്ലേ സർവോദയയിൽ വരിക 23-ാം തീയതി? പക്ഷെ ഒരു അതിലൊരു ഡൗട്ട് വെച്ചാല് ഇപ്പൊ സർവോദയയില് പോകുമ്പോ ജസ്റ്റ് ഓൺലൈൻ ക്ലാസ്സിനെ പോലെ MCR അല്ലേ? അല്ല, MCQ ക്വസ്റ്റ്യൻസ് അല്ലേ? അതെ. ഓക്കെ, അത് ചോദിക്കാനാണ്. നിയ. ഹലോ. ഈ സ്ക്രീൻ ടെസ്റ്റിന്റെ പാറ്റേൺ എങ്ങനെയാന്ന് പറയുമോ? സ്ക്രീൻ ടെസ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ MCQ ടൈപ്പ് ആണ്. ഇപ്പൊ മോൾ എത്രലാ? ഞാനിപ്പം 8ലാണ്. 8ലാണെങ്കിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടാകും 2 മണിക്കൂർ കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ദിയ നവാസ്. ഹലോ സർ. പറയൂ. സാർ, എനിക്കിപ്പം നെക്സ്റ്റ് വീക്ക്, അതായത് 17th തൊട്ട് മിഡ് ടേംസ് തുടങ്ങും. അപ്പം പരീക്ഷയുണ്ട്. അപ്പൊ ഈ സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ജാനുവരിയിലുള്ളതോ അല്ലെങ്കിൽ നവംബർ ഡിസംബർ ആ ടൈമിൽ നടക്കുന്നത് നമ്മുടെ സ്കൂളിൽ ശരിക്കും ഒരു മോക്ക് ടെസ്റ്റ് വരുന്നല്ലേ ഉള്ളൂ. ഒരു പഴയ സ്കൂൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുക. പറ്റുവാണെങ്കിൽ ഒരു 99% ഈ മോക്ക് ടെസ്റ്റ് ഈ സ്ക്രീൻ ടെസ്റ്റ് എഴുതാൻ ശ്രമിക്കുക. പറ്റിയില്ലെങ്കിൽ മാത്രം അടുത്ത ടെസ്റ്റിലേക്ക് പോകും കേട്ടോ. നിരഞ്ജന. സെവന്തി പഠിക്കുന്നവർക്ക് 2 മണിക്കൂർ. ജിനുമോൻ. പറയൂ. സാർ, ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് പോലും എഴുതാൻ സാധിച്ചില്ലല്ലോ. ഇന്നലെ ആ മോക്ക് ടെസ്റ്റിന്റെ അതിലേക്ക് കേറാൻ പറ്റുന്നുണ്ടായില്ല. അത് മിക്കവാറും സമയം കഴിഞ്ഞിട്ടായിരിക്കും ശ്രമിച്ചത്, അതുകൊണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ നമുക്കിനി 20-ാം തീയതി തൊട്ട് അടുത്ത ആഴ്ച മോക്ക് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കേറാൻ പറ്റാതെ വരും. അവര് ഫോർഗെറ്റ് പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞടിച്ച് എന്നിട്ട് പിന്നെ എന്തെന്നാ ഇമെയിൽ ID അടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ അത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്റെ നമ്പർ 89216 25517. അപ്പൊ ഇപ്പൊ കൊച്ച് വേറെ ഒന്നും പഠിക്കണില്ല. ഈ സിലബസ് എന്ന് പറയുന്നത് ഏതാണ്? കൊച്ചിപ്പോ സ്കൂളിലല്ലേ പഠിക്കണേ. അപ്പൊ എന്തെന്നാ ഈ സിലബസ് അത് എന്തെന്നാ വേറെ NCERT ടെസ്റ്റ്
നമ്മൾ മേടിക്കണം അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനൊന്നുമില്ല. NCERT സിലബസ് ഉണ്ട്. ഇപ്പോൾ 7 പഠിക്കുന്ന ആളല്ലേ? 6-ലാണെങ്കിൽ അയാൾക്ക് NCERTയുടെ ബുക്ക് നമുക്ക് ബുക്ക് സ്റ്റാളിൽ കിട്ടും. ആ ബുക്ക് മേടിച്ചൊന്ന് മറിച്ച് നോക്കി പഠിക്കുക കേട്ടോ. NCERTയുടെ ബുക്ക് മേടിക്കണം അല്ലേ? അത് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ അത് നമ്മള് ഈ എക്സാം ഫെയിൽ ആവുകയൊക്കെ ചെയ്താൽ നിങ്ങൾ ഇതിൽ എടുക്കാതെയൊക്കെ ഇരിക്കുവോ? അതല്ല നമുക്ക് സ്ക്രീനിങ് എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് തന്നെ പ്രതീക്ഷിക്കുക, വിശ്വസിക്കുക, നമ്മൾ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പൊ NCERT പഠിച്ചാൽ മതി തീർച്ചയായിട്ടും കേട്ടോ. താങ്ക് യു. ഏതാണ്ട് എല്ലാവരും റൈസ് ഹാൻഡ് എടുത്തിരുന്ന എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഫെബിൻ പറയൂ. അനിയന്റെ സെന്റർ ഇട്ടിരുന്നത് വാഴക്കുളത്താണ്. ശരിക്കും ഇവിടുന്ന് അടുത്തെന്ന് പറയുന്നത് തൊടുപുഴ ഡീപോളിലാണ്. വാഴക്കുളത്തായിരിക്കും. ഡീപോളി സെന്റർ ക്ലാസ് സെന്റർ ആയിരിക്കും ചിലപ്പോൾ ഡീപോൾ വരിക. ടെസ്റ്റ് സെന്റർ മിക്കവാറും വാഴക്കുളം ആയിരിക്കും വരിക കേട്ടോ. അയന പറയൂ സാറേ. എറണാകുളം ജില്ലയില് ഇന്റഗ്രേറ്റഡ് നടക്കുന്ന ഏതൊക്കെയാണ് സെന്ററുള്ളത്? നമ്മൾ ഇപ്പം തേവര ബ്രില്യൻ്റ് ക്യാമ്പസും ഉണ്ട്, അതുപോലെ തന്നെ മേരിമാത സ്കൂളിന് സമീപം കാക്കനാട് കേട്ടോ. ഈ നൈപുണ്യയിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് ബാച്ച് അത് +1 +2 ഉള്ളൂ കേട്ടോ. +1 +2 ആണല്ലേ. ഓക്കെ.